Hello, good morning, Tushara. Good morning, Miss. ഒരാളുണ്ടാവാറുള്ള ഇപ്പൊ നവഡേയ്സ് ഒരാളുള്ള ക്ലാസ്സില് അറിയാൻ വയ്യ മിസ്, ഞാൻ ഇന്നലെ ഇല്ലായിരുന്നു. ഇന്നലെ പോണില്ലായിരുന്നു. ഓക്കെ, ഇന്നലെ ക്ലാസ് ഇന്നലെ ആരാണോ ജോയിൻ ചെയ്തേ? ഇന്നലെ ക്ലാസ് എടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോ വരുന്നവര് വരട്ടെ വഴിയെ, അല്ലെങ്കിൽ നമ്മുടെ സമയം പോകും വെറുതെ. സോ നമ്മള് എടുത്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് മറന്നുപോയാ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണല്ലേ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. ജാസ്മിൻ ഇന്നലെ ഉണ്ടായിരുന്നോ? ടീച്ചർ ഉണ്ടായിരുന്നു. ഇന്നലെ വേറെ ആരും ഉണ്ടായിരുന്നേ? ജാസ്മിൻ ഒറ്റയ്ക്കുള്ളായിരുന്നോ? ഞാൻ ഷാരോൺ ഉണ്ടായിരുന്നു. ഷാരോൺ ഇപ്പൊ ഷാരോൺ ജോയിൻ ചെയ്തിട്ടില്ല അല്ലെ? തുഷാരയാണ് ഇപ്പൊ ജോയിൻ ചെയ്തേക്കണേ. നിങ്ങൾ ഓരോരുത്തരോരുത്തർ ഷിഫ്റ്റ് ആയിട്ട് കയറുകയാണോ? പരമാവധി ഇപ്പൊ നമ്മളുടെ ക്ലാസ്സസ് ഒക്കെ ഏകദേശം ഒക്കെ തീരാറായി. അധികം ചാപ്റ്റേഴ്സ് ഒന്നുമില്ല. സെക്കൻഡ് ഈ തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂളിൽ നമുക്ക് കുറച്ച് ചാപ്റ്റേഴ്സേ ഉള്ളൂ. സോ അത് വേഗം തീർന്ന് നിങ്ങളുടെ ആ ഡ്യൂറേഷനുള്ളിൽ തന്നെ നിങ്ങളുടെ എക്സാംസ് ഒക്കെ നടത്തപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് ഉള്ള ദിവസങ്ങളൊക്കെ പരമാവധി നിങ്ങൾ ക്ലാസ്സസ് ജോയിൻ ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക് ആണല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുക അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല, അതൊരു ടാസ്ക് തന്നെയാണ്. ആൻഡ് ഓൾസോ അത് എന്താ പറയാ, നമ്മൾ മാനേജ് ചെയ്യാതെ നടക്കില്ല. ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ഫോർ ദ സക്സസ് ഓഫ് എനി ഓർഗനൈസേഷൻ. ഏത് ബിസിനസ് സംരംഭത്തിന്റെയും വിജയത്തിന്റെ പിന്നിലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഒരു പ്രധാന ഘടകം തന്നെയാണ്. അപ്പൊ അതിനെ നമുക്ക് അവോയ്ഡ് ചെയ്തുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഹ്യൂമൻ റിസോഴ്സസും പേഴ്സണൽ മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും അതുപോലെ പേഴ്സണൽ മാനേജ്മെന്റ്, തൊഴിൽ മാനേജ് ചെയ്യുന്നതും അല്ലെങ്കിൽ തൊഴിലാളികളെ മാനേജ് ചെയ്യുന്നത്. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുമ്പോൾ തൊഴിലാളി മാത്രമല്ല പെടുക, ഓൾ ദ ലെവൽസ് ഓഫ് സ്റ്റാഫാണ്, എംപ്ലോയീസ് ആണ്. എല്ലാ ലെവൽ ഓഫ് എംപ്ലോയീസും അതിനകത്ത് പെടും. അപ്പൊ മൊത്തത്തിലുള്ള ഒരു മാനേജ്മെന്റ് ആണ് ഇത്. നമ്മള് അധികം നാളുകളൊന്നും ആയിട്ടില്ല ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടും, അല്ലെങ്കിൽ ഇതൊരു ലേറ്റസ്റ്റ് കൺസെപ്റ്റ് ആണ്. പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് പഴയ കൺസെപ്റ്റാണ്. തൊഴിലാളികളെ മാനേജ് ചെയ്യുക, തൊഴിൽ ചെയ്യുന്നവര് അവരെങ്ങനെയൊക്കെയാണ് അവരുടെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് നിർവഹിക്കുന്നുണ്ടോ, തൊഴിൽ വർഗം, മീൻസ് ഡേ ടു ഡേ എന്താ പറയാ, നമ്മുടെ ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളിൽ ഹെൽപ്പ് ചെയ്യുന്ന, അതിന്റെ ഏറ്റവും താഴെ ബോട്ടം ലെവലിലുള്ളവരാണ് ഈ പേഴ്സണൽ എന്ന് ഉദ്ദേശിക്കുന്നത് തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ. അപ്പൊ അവരെ മാത്രമേ മാനേജ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു പണ്ടൊക്കെ. പക്ഷെ ഇന്ന് ആ ഒരു ചിന്താഗതിയൊക്കെ മാറി. ഓൾ ലെവൽസ് ഓഫ് എംപ്ലോയീസ് ഷുഡ് ബി മാനേജ്ഡ് വെൽ, പ്രോപ്പർലി. അതർവൈസ് ഇറ്റ് വിൽ നോട്ട് ലീഡ് ടു ദ സക്സസ് ഓഫ് ദ ഓർഗനൈസേഷൻ അല്ലെ. അപ്പൊ അങ്ങനെ എല്ലാവരെയും മാനേജ് ചെയ്യുന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വന്നു കഴിയുമ്പോൾ അത് ഓർഗനൈസേഷനിൽ ഇത് നമ്മൾ ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. അപ്പൊ ഈച്ച് ആൻഡ് എവരി ഏത് മേഖലയിൽ നോക്കിയാലും ദർ ഈസ് കോമ്പറ്റീഷൻ, എവിടെയും ഉണ്ട്. അപ്പൊ ബിസിനസ്സുകാരുടെ ഇടയിലാണെങ്കിലും വൻ കോമ്പറ്റീഷൻസ് ആണ്. അപ്പൊ ഒരാൾക്ക് ഒരാളെ എന്താ പറയാ കോമ്പീറ്റ് ചെയ്ത് അതിന്റെ ഏറ്റവും ഉന്നതമായ പൊസിഷൻ എന്താ പറയാ ഹോൾഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെതായ ഒത്തിരി കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കണം. അപ്പൊ അതിലൊരു ശ്രദ്ധ കൊടുക്കലാണ് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത്. സോ ഓൾ ദ ലെവൽസ് ഓഫ് എംപ്ലോയീസ് ഷുഡ് ബി മാനേജ്ഡ് പ്രോപ്പർലി. അപ്പൊ എല്ലാവരെയും മാനേജ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചത്. പിന്നെ നമ്മൾ അതിന്റെ ഒരു പേഴ്സണൽ മാനേജർക്ക് ഉണ്ടായിരിക്കേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് അത് നമ്മൾ പറഞ്ഞു. ഇൻ ദ ലാസ്റ്റ് ക്ലാസ്, അതായത് നമ്മൾ ഏറ്റവും അവസാനം എടുത്ത ക്ലാസ്സിലാണ് നമ്മൾ റോൾ ഓഫ് എ പേഴ്സണൽ മാനേജർ. പേഴ്സണൽ മാനേജർ ഹാസ് ഡിഫറെന്റ് റോൾസ് ടു ബി ഡൺ. എന്തൊക്കെ റോളുകളാണ് ഒരു പേഴ്സണൽ മാനേജർക്കുള്ളത്? ആ റോളുകളെ നമ്മൾ പേഴ്സണൽ റോൾ, വെൽഫെയർ റോൾ, ക്ലറിക്കൽ റോൾ, ഫയർ ഫൈറ്റിംഗ്, ലീഗൽ റോൾ എന്നിങ്ങനെ 4 ടോപ്പിക്കുകളായിട്ട് അല്ലെങ്കിൽ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു. ആൻഡ് ഓരോ പേഴ്സണൽ റോളിൽ പേഴ്സണലായിട്ടുള്ള ചില തൊഴിൽപരമായിട്ടുള്ള ചില പങ്കുകളാണ് വഹിക്കേണ്ട പങ്കുകൾ. വെൽഫെയർ റോളില് ക്ഷേമവുമായിട്ട് ബന്ധപ്പെട്ട റോളാണ് വഹിക്കേണ്ടത്. ക്ലറിക്കൽ വർക്കുകളുമായിട്ട് ബന്ധപ്പെട്ട റോളാണ് പേഴ്സണൽ മാനേജർക്കുള്ളത്. എങ്കിൽ ഫയർ ഫൈറ്റിംഗ്, ലീഗൽ റോളില് ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് ഉൾപ്പെടെയുള്ള കംപ്ലൈന്റുകളൊക്കെ അതിനൊക്കെ കോംപ്രമൈസ് ആക്കുക, ഡിസ്പ്യൂട്ടുകളൊക്കെ സെറ്റിൽ ചെയ്യുക, ഡിസിപ്ലിനറി ആക്ഷൻസ്, അതായത് ഏതെങ്കിലും തരത്തിലുള്ള കംപ്ലൈന്റുകളും ഗ്രീവിയൻസസും ഒക്കെ പൊട്ടി എന്താ പറയാ പുറപ്പെടുമ്പോ അതിനൊക്കെ ഒരു എന്താ പറയാ നല്ല രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യുക. ഡിസിപ്ലിനറി ആക്ഷനിലൂടെ ഹാൻഡിൽ ചെയ്യാം പല രീതിയിലും. അക്രമത്തിന് അക്രമം തന്നെയായിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ അത് നല്ല ശരിയായ ഒരു രീതിയല്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞത് ഡിഫറെന്റ്
പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ്സാണ്. ഓർഗനൈസേഷനിലെ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ്സുകൾ ഒരു 5-6 എണ്ണമൊക്കെ പഠിച്ചിരുന്നു അല്ലെ. ലീഡർഷിപ്പ് പ്രോസസ്സ്, ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്സ്. ലീഡർഷിപ്പ് പ്രോസസ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ബിഹേവിയർ നമ്മൾ ഒരുമിച്ച് അച്ചീവ് ചെയ്യുമ്പോൾ, ഒരു ഓർഗനൈസേഷനിൽ അച്ചീവ് ചെയ്യുമ്പോൾ ഒരു ലീഡർഷിപ്പ് ഒരു ക്വാളിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റണം എല്ലാവരിലും അല്ലെ. നമ്മൾ എന്തെങ്കിലും ഒരു പ്രവർത്തി ചെയ്യുമ്പോൾ നമ്മളത് മുന്നിൽ നിന്നുകൊണ്ട്, നമ്മൾ പിന്നോക്കം പോകാൻ പാടില്ല. നമ്മളത് മുന്നിൽ നിന്നുകൊണ്ട് ആ ഒരു ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി എപ്പോഴും നമ്മൾ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കാനായിട്ട്, അപ്പോഴാണ് നമുക്ക് ഒരുമിച്ച് ആ ഒരു ഓർഗനൈസേഷന്റെ കാര്യങ്ങളൊക്കെ സക്സസ് ആയിട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്സ് നമ്മൾ പറഞ്ഞു, ജസ്റ്റ് ആൻഡ് ഫെയർ ആയിരിക്കണം, എല്ലാവരെയും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യാം അല്ലെ. ഒരാളും എന്താ പറയാ ഒരു പക്ഷപാതം പാടില്ല അല്ലെ. ഒരു എന്താ പറയാ എന്തെങ്കിലും ഡിസ്ക്രിമിനേഷൻ, വിവേചനം പാടില്ല. സ്ത്രീകളെ എന്താ പറയാ താഴ്ത്തിയും പുരുഷന്മാരെ ഉയർത്തിയും ഒന്നും കാണിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും റേസിന്റെ അടിസ്ഥാനം ഒത്തിരി അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻസും ഇല്ലാതെ ജസ്റ്റ് ഗിവ് ഫെയർ ആൻഡ് ജസ്റ്റ് ട്രീറ്റ്മെന്റ് ടു ഓൾ ദ എംപ്ലോയീസ്. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള എല്ലാ ജോലികളും ചെയ്യുന്നവർക്ക് അവരവരുടേതായ ജോലിയിൽ ഒത്തിരി ടെൻഷൻസ് ഉണ്ടാകാം, കഷ്ടപ്പാടുകൾ ഉണ്ടാകാം. അപ്പൊ അവർക്ക് കൊടുക്കുന്ന അവര് തരുന്ന റിസൾട്ടിന് അവർക്ക് കൊടുക്കുന്ന കോമ്പൻസേഷനും ഈക്വൽ ആയിരിക്കണം എന്നുള്ള രീതിയിലാണ്. പിന്നെ ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ് നമ്മൾ പറഞ്ഞു, ഡിവിഷൻ ഓഫ് ടോട്ടൽ ടാസ്ക്. അതായത് മൊത്തത്തിലുള്ള ടാസ്കിന് ഓരോരുത്തർക്ക് ഇൻഡിവിജ്വൽസിലേക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ്സ്. സ്റ്റാഫിംഗ് പ്രോസസ്സ്, മാൻ പവർ എന്താ പറയാ എങ്ങനെയൊക്കെയാണ് എംപ്ലോയ് ചെയ്യേണ്ടത്, ഓരോ സ്റ്റാഫിന് ഏതൊക്കെ രീതിയിലുള്ള പ്ലേസ്മെന്റുകളാണ് കൊടുക്കേണ്ടത്, അവർക്ക് വേണ്ട ഇൻഡക്ഷൻസ്, അതായത് ഇൻഡ്യൂഷൻ, അതായത് അവരെ സ്വാധീനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പല പല കാര്യങ്ങൾ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഓറിയന്റേഷൻസ്, അതായത് അറേഞ്ച്മെന്റ് പ്രോഗ്രാമുകൾ, ട്രാൻസ്ഫറുകൾ ഉണ്ടെങ്കിൽ അത്, പ്രൊമോഷൻസ് ഉണ്ടെങ്കിൽ അത്, ഡിമോഷൻസ്, ഇത്തരം എല്ലാം കൂടി വരുന്നതാണ് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് വിളിക്കുക. പിന്നെ പെർഫോമൻസ് അപ്രൈസൽ നമ്മൾ പറഞ്ഞു, ഇവാലുവേഷൻ ഓഫ് എംപ്ലോയേഴ്സ് വർക്ക്, അതായത് എംപ്ലോയികളുടെ ജോലികളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പരിശോധിക്കുക. അത് അവര് എംപ്ലോയർ ഇങ്ങനെ പരിശോധിച്ച് ഓരോ ജോലിക്കാരെയും ജോലികളെ കുറിച്ചൊക്കെ വിലയിരുത്തി അസസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് they can make some promotions or demotions or pay raises or transfers ഇതൊക്കെ നടത്താനായിട്ട് സാധിക്കും. ഓക്കെ, പ്രൊമോട്ട് ചെയ്യേണ്ടവരെ അവരവരുടെ ജോലിയിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നു, പറയുന്നതിനേക്കാൾ നല്ല രീതിയിൽ ചെയ്യുന്നുവെങ്കിൽ they can be given some promotions, അവർക്ക് എന്തെങ്കിലും പ്രൊമോഷൻസ് കൊടുക്കാൻ പറ്റും. അങ്ങനെ അല്ലെങ്കിൽ അവരുടെ വേജ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, സാലറിയോ വേജ് എന്താണ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഏറ്റവും കുറച്ചുകൂടി നിയറസ്റ്റ് ആയിട്ടുള്ള അവരുടെ എന്താ പറയാ ലിവിങ് പ്ലേസ്, അവരുടെ റെസിഡൻസിന് കുറച്ച് അടുത്ത് അവർക്ക് വേണ്ടി ജോലി ചെയ്യാനുള്ള സൗകര്യങ്ങൾ, ട്രാൻസ്ഫർ അതുപോലെയൊക്കെ കൊടുക്കാം. അതൊക്കെ നല്ല പ്രവർത്തിക്കാണ്, നല്ല രീതിയിലുള്ള എന്താ പറയാ റിസൾട്ട് കൊടുക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുക. അല്ലാത്തവർക്ക് എന്നാൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള റിസൾട്ട് അവരിൽ നിന്ന് കിട്ടുന്നില്ല, എന്നാൽ അതിനൊക്കെ ഭയങ്കര മോശമായ രീതിയിലാണ് വർക്കേഴ്സിൽ നിന്നും അവരുടെ റിസൾട്ട് കിട്ടുന്നതെങ്കിൽ ദേ ഷുഡ് ബി ഡിമോട്ടഡ്. ഒരു പണിഷ്മെന്റ് എന്നതുപോലെ ഡിമോട്ട് ചെയ്യാം അവരെ താഴേക്ക്, താഴത്തെ ഒരു ഏത് ലെവലിലാണോ അതിനേക്കാൾ കുറച്ചുകൂടി താഴെയുള്ള പോസ്റ്റിലേക്ക് നിയമിക്കാം. പിന്നെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. കോമ്പൻസേഷൻ റിവാർഡ് പ്രോസസ്സും കളക്റ്റീവ് ബാർഗെയിനിങ്, ആർക്കെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ എന്താ പറയാ എംപ്ലോയീസ് തമ്മിൽ അവരുടെ വേജിനെ സംബന്ധിക്കുന്ന ബെനിഫിറ്റുകൾ, അവരുടെ വർക്കിംഗ് അവേഴ്സിനെ സംബന്ധിക്കുന്നത്, അവരുടെ വർക്കിംഗ് കണ്ടീഷനെ സംബന്ധിക്കുന്ന എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ബാർഗെയിൻഡ് ഫ്രം ദ എംപ്ലോയർ. എംപ്ലോയറിൽ നിന്നും ബാർഗെയിൻ ചെയ്ത് അതൊക്കെ നേടിയെടുക്കാനൊക്കെ ഉള്ള ഒരു പ്രോസസ്സാണ് കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ്സ്. പിന്നെ നമ്മൾ പേഴ്സണൽ പോളിസി എന്താണെന്ന് പറഞ്ഞു അല്ലെ. പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത് എന്താ, there are some rules that how they can deal with the human resource or personal related situation. ഓരോ സിറ്റുവേഷൻസിലും ഓരോ തൊഴിലാളികളെ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസിനെ നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാം, അതിന് വേണ്ട അവരുടെ പ്രവർത്തനങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ നിയമങ്ങൾ ഉൾപ്പെടുന്നതാണ് പേഴ്സണൽ പോളിസീസ് എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് പേഴ്സണൽ പോളിസീസ് എന്താ പറയാ ഒരു ഓർഗനൈസേഷന്റെ ഗോൾസ് അവര് വിചാരിച്ചിരിക്കുന്ന കുറെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ എങ്ങനെ സഹായിക്കുന്നു, അല്ലെങ്കിൽ എത്രത്തോളം യൂസ്ഫുൾ ആണ്, അഡ്വാൻറ്റേജസ് ആണ്, അതും നമ്മൾ പറഞ്ഞു. അപ്പൊ അവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. Now let's see some principles regarding this personal policies. അതായത് ഈ പറയുന്ന നയങ്ങൾ, ഈ തൊഴിൽ നയങ്ങൾ രൂപീകരിക്കുമ്പോൾ അതിന് വേണ്ട അതിന്റെ കുറച്ച് പ്രിൻസിപ്പിൾസ്, അതിന്റെ കുറച്ച് തത്വങ്ങളാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഇതാണ്, നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങിയാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇതുവരെയൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞു പോയതാണ്, നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്, വായിച്ചൊക്കെ നോക്കിയിട്ടുണ്ടാവും. കാരണം ഇത് ഇച്ചിരി നമ്മൾ വായിച്ച് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. കാണാപ്പാടം ഇങ്ങനെ ഒരുപാട് വായിച്ച് പറയുന്നതിനേക്കാൾ ഇതൊക്കെയാണ്, ഇന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യപ്പെടേണ്ടത്. ഒരു ഓർഗനൈസേഷനിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ.
അതിന് വേണ്ടി. അപ്പൊ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? ട്രെയിൻ എവ്രി വൺ ഫോർ ദ ജോബ് ടു ബി ഡൺ. അതായത് വാട്ട് ദ ജോബ് ഈസ് ടു ബി ഡൺ. ഓരോ ജോലിക്കാരനും അവിടെ ജോലി ഏതെങ്കിലും ഓർഗനൈസേഷനിൽ ജോലി കൊടുക്കുമ്പോൾ അവരെ ട്രെയിൻ ചെയ്യണം. എന്താണ് അവർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഒരു അറിവ് പകർന്നു കൊടുത്ത് അവരെ അതിലേക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കണം. അല്ലാണ്ട് ഓടിയാണ് വന്നിരുന്നൊരു കസ കാണിച്ചോട്ട് ഇവിടെ ഇരുന്നോ ജോലി ചെയ്തോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്താണ് വാട്ട് ഷുഡ് ബി ഡൺ, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. 2 or 3 days ദേ ഷുഡ് ബി ട്രെയിൻഡ്. ചിലപ്പോ ആ ഒരു ഓർഗനൈസേഷന്റെ അവരുടെ ജോലിയെ സംബന്ധിക്കുന്ന എങ്ങനെയുള്ള ജോലിയാണ് എന്നുള്ളത് മനസ്സിലാക്കി കുറച്ച് ദിവസത്തേക്ക് അവർക്ക് ഒരു ട്രെയിനിങ് കൊടുക്കാം. ചിലപ്പോൾ അത് ഡിപ്പെൻസ് അപ്പോൺ ദ വർക്ക്. അവർക്ക് കൊടുക്കുന്ന ജോലിയെ ഡിപ്പെൻഡ് ചെയ്ത് എത്ര ദിവസത്തെ ട്രെയിനിങ് ഷുഡ് ബി പ്രൊവൈഡഡ് എന്ന് അന്വേഷിക്കാം. ചിലപ്പോൾ 1 ദിവസം കൊണ്ടാകാം, ചിലപ്പോൾ അരമണിക്കൂർ കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ജോലിയാകാം. അപ്പൊ വർക്കിന്റെ ആ ഒരു എന്താ പറയാ ആ ഒരു നേച്ചർ മനസ്സിലാക്കി, സ്വഭാവം മനസ്സിലാക്കിയിട്ടാണ് ട്രെയിനിങ് പ്രോപ്പർ ആയിട്ട് കൊടുക്കുക, എന്ത് ജോലി ചെയ്യണം എന്നുള്ളത്. നെക്സ്റ്റ് വൺ, പുട്ട് ദ റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് പ്ലേസ്. യഥാർത്ഥത്തിൽ ഇപ്പൊ കുറെ ജോലിക്കാര് എന്താ പറയാ ജോലിക്ക് വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ നെട്ടോട്ടം പട്ടോട്ടം ഓടുന്ന സമയത്ത് അപ്ലൈ ഈച്ച് ആൻഡ് എവറി തിങ്സ്. അതായത് എവിടെയൊക്കെ കാണുന്നു അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് അപ്ലിക്കേഷൻ ഒക്കെ കൊടുക്കും. അപ്പൊ അവിടെ ഇപ്പൊ ഓർഗനൈസേഷനിൽ കുറെ ആപ്ലിക്കേഷൻസ് പലരിൽ നിന്നും വരുന്നുണ്ടാകും. അപ്പൊ ഒരു എന്ത് ജോലിക്കാണ് അവരെ ആപ്റ്റ് എന്ന് മനസ്സിലാക്കി ആ റൈറ്റ് പേഴ്സണെ റൈറ്റ് സ്ഥലത്ത് കൊണ്ടുപോയി അപ്പോയിന്റ് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക. അതാണ് അതിന്റെ ശരി അല്ലെ. നഴ്സിന്റെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് നേഴ്സ് ആയി, അതിന്റെ ട്രെയിനിങ് കഴിഞ്ഞ് കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ കുറച്ചുകൂടി ഉയർന്ന ഒരു സാലറി എക്സ്പെക്ട് ചെയ്തുകൊണ്ട് വേറൊരു ഹോസ്പിറ്റൽസിൽ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് അപ്ലിക്കേഷൻ കൊടുത്ത് അവിടുന്ന് വിളിച്ചു. അപ്പൊ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ട് വിളിച്ചു കഴിയുമ്പോൾ നഴ്സിന്റെ ജോലി ചെയ്യാനാണ് ആള് താല്പര്യപ്പെട്ട് ഇൻട്രസ്റ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ആളുടെ ക്വാളിഫിക്കേഷനും അത് തന്നെയാണ്. എന്നിട്ട് നമ്മൾ ആളെ കൊണ്ടുപോയിട്ട് വേറെ ഏതെങ്കിലും ഒരു പോസ്റ്റില് റിസപ്ഷൻ ആയിട്ട് ഇരിക്കുക, റിസപ്ഷനിസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന പറയുന്നത് അത് കൊടുക്കുന്നതല്ലോ ശരി അല്ലെ. അപ്പൊ റൈറ്റ് പേഴ്സണിന് റൈറ്റ് ജോബുകൾ കൊടുക്കുക, അതും ഇതിന്റെ ഒരു പ്രിൻസിപ്പിൾ ആണ്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ തൊഴിൽ നയങ്ങൾ രൂപീകരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ആ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ആ പോളിസീസ് രൂപീകരിക്കേണ്ടത്. റൈറ്റ് പേഴ്സണിന് റൈറ്റ് സ്ഥലത്ത് തന്നെ. ഡോക്ടറിന്റെ ജോലിയാണ് ചെയ്യാൻ വന്നിരിക്കുന്നതെങ്കിൽ അവിടെ നഴ്സിന്റെ ജോലിയല്ല കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ റൈറ്റ് പ്ലേസിൽ അവരെ അപ്പോയിന്റ് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക. സപ്ലൈ ദ റൈറ്റ് ടൂൾസ് ആൻഡ് ദ റൈറ്റ് കണ്ടീഷൻസ് ഓഫ് വർക്ക്. സോ വാട്ട് വർക്ക് ടു ബി ഡൺ, എന്ത് ജോലിയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ വർക്കിന് വേണ്ടിയിട്ടുള്ള എന്താ പറയാ വർക്ക് സിറ്റുവേഷൻ, വർക്കിംഗ് കണ്ടീഷൻസ് നമ്മൾ അവർക്ക് ഒരുക്കി കൊടുക്കുക. അവർക്ക് അത് ഇരുന്ന് ചെയ്യാൻ, അല്ലെങ്കിൽ അവർക്ക് എന്താ പറയാ റിലാക്സ്ഡ് മൈൻഡോടെ, അല്ലെങ്കിൽ ആ ഒരു ജോലിയോട് അതിന്റെ പരമാവധി ആ ഒരു കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി അവിടെ ഇരുന്ന് സമാധാനമായിട്ട് പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അവിടെ നിന്ന് ചെയ്തു തീർക്കാനായിട്ട് ആൾക്ക് പറ്റണ്ടേ. അപ്പൊ ഒരു വർക്കിംഗ് കണ്ടീഷൻ നല്ല രീതിയിലുള്ളത് പ്രൊവൈഡ് ചെയ്യാം. ആൻഡ് ഓൾസോ റൈറ്റ് ടൂൾസ് ഷുഡ് ബി ഗിവൺ. ഇന്ന ജോലി ചെയ്യാൻ ഇപ്പൊ കമ്പ്യൂട്ടർ ബേസ് ചെയ്താൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു ജോലിയാണ്. കമ്പ്യൂട്ടർ കൊടുക്കാതെ ആളോട് ഇരുന്ന് ചെയ്തോന്ന് പറഞ്ഞ കാര്യമില്ലല്ലോ അല്ലെ. അപ്പൊ അതിൻ്റെതായ എന്തൊക്കെ ടൂൾസ് അവിടെ ആവശ്യമുണ്ടോ ദാറ്റ് പ്രോപ്പർ ടൂൾസ് ഷുഡ് ബി സപ്ലൈഡ്. ആ പ്രോപ്പർ ടൂൾസ് കൊടുക്കണം, പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷൻസും പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ അപ്പൊ പോളിസീസ് രൂപീകരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഈ രീതിയിൽ ആ പോളിസീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രിൻസിപ്പിൾസ് ഷുഡ് ബി ഫോളോഡ് വൈൽ പോസ്റ്റിംഗ് ഹ്യൂമൻ റിസോഴ്സ്. ഒരു മാൻ പവറിനെ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ, ഏത് പോസ്റ്റിൽ പോസ്റ്റ് ചെയ്യുമ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ്. പിന്നെ എന്താണ്, മേക്ക് ഓർഗനൈസേഷൻ കോർഡിനേറ്റ്. ഒരു ടീം, അതായത് പ്രോപ്പർ കോർഡിനേഷൻ അമംഗ് ദ എംപ്ലോയീസ്. ജോലിക്കാർ തമ്മിലാണെങ്കിലും പല പല ഡിപ്പാർട്ട്മെന്റുകളിലാണ് അവർ ഓരോ ജോലികൾ പല ഡിവിഷൻസ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിലും ആ ഓർഗനൈസേഷനിൽ ഒരു കോർഡിനേഷൻ വേണ്ടേ. അതായത് ഇപ്പൊ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ പെട്ടതല്ല, സോ വൈ ഷുഡ് വി ബോദർ അബൌട്ട് ദ അതേഴ്സ്. മറ്റുള്ളവരെ കുറിച്ച് ഞങ്ങൾ ബോദർ ചെയ്താലും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകളുമായിട്ട് എന്താ പറയാ ഒത്തുചേർന്ന് പോകുന്നു. മറ്റുള്ളവര് അതേ ഓർഗനൈസേഷനിൽ തന്നെ വർക്ക് ചെയ്യുന്നവരാണ്, പക്ഷെ നമ്മൾ ഇഫ് യു ആർ നോട്ട് കൺസിഡറിങ് ദം, നമ്മളുടെ കോ വർക്കേഴ്സ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഒരേ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നവരാണ്. അങ്ങനെ ഒരു കോർഡിനേഷൻ, എല്ലാവരും തമ്മിലൊരു ഏകോപനം, ഒരു ഏകീകരണം ആവശ്യമാണ് അല്ലെ. കോർഡിനേഷൻ ഒരു ഓർഗനൈസേഷനിൽ ആവശ്യമാണ്. നമ്മൾ മറ്റു ഓർഗനൈസേഷൻസുമായിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്, ഉള്ളിലല്ല മത്സരം അല്ലെ. ഒരു ഓർഗനൈസേഷൻ മറ്റു ഓർഗനൈസേഷൻസുമായിട്ടാണ് ഇന്ന് മത്സരമുള്ളത്. അപ്പൊ ഈ ഓർഗനൈസേഷനിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ ബാക്കിയുള്ള, അതായത് ചെയ്യുന്ന ജോലിയോടും അല്ലെങ്കിൽ മറ്റുള്ള വർക്കേഴ്സിനോടൊക്കെ നീതി പുലർത്തിയും ട്രസ്റ്റ്ഫുൾ ആയിട്ടും ഒക്കെ നമ്മൾ ജോലി ചെയ്യണം അല്ലെ. അല്ലാതെ ഇവിടെ എന്താ പറയാ ജോലി ചെയ്യും മറ്റേതെങ്കിലും ഓർഗനൈസേഷനിൽ നമ്മുടെ കൂറും കാണിക്കുന്നത് ശരിയല്ലല്ലോ അല്ലെ. അപ്പൊ ഒരു കോർഡിനേഷൻ ഓർഗനൈസേഷനിൽ ഇമ്പോർട്ടന്റ് ആണ്. അതും വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അതൊക്കെ കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. പിന്നെ പ്രൊവൈഡ് സെക്യൂരിറ്റി. അവർക്ക്
ഓരോ ജോലിക്കാർക്കും അവരുടേതായ സുരക്ഷിതത്വം, ഓപ്പർച്യൂണിറ്റീസ്, ഇൻസെന്റീവ്സ്, പിന്നെ റെക്കഗ്നീഷൻ. നമ്മൾക്ക് നമ്മളുടേതായ നിലനിൽപ്പില് നമുക്ക് ഓരോ റെക്കഗ്നീഷൻ ഉണ്ട് അല്ലെ. നമ്മൾ ഇന്ന ആളാണ്, നമുക്ക് ഒരു സ്ഥാനവും വിലയൊക്കെ ഉണ്ട്. അതും പിന്നെ നമുക്ക് കിട്ടേണ്ട അവസരങ്ങൾ, നമ്മുടെ ഇൻസെന്റീവ്സ്, നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുക. ലുക്ക് അഹെഡ്, പ്ലാൻ അഹെഡ് ബിഫോർ ഫോർ മോർ ബെറ്റർ തിങ്സ്. അതായത് നമ്മളെപ്പോഴും എന്താ പറയാ, ഒരു പടി മുന്നിലേക്ക് ചിന്തിക്കുക, ബെറ്റർ തിങ്സ് ഹാപ്പൻ ആകാൻ വേണ്ടിയിട്ട്. അതായത് നല്ല രീതിയിൽ ഒരു ഓർഗനൈസേഷനെ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും നമ്മൾ ഒരു മുൻതൂക്കം അല്ലെങ്കിൽ ഒരു പെർസ്പെക്റ്റീവ് നമുക്കുണ്ടായിരിക്കണം, ഒരു ഫോർകാസ്റ്റിംഗ്. നമ്മൾ അവരെയൊക്കെ മുൻകൂട്ടി പലതും കാണേണ്ടി വരും, നമ്മൾ മുൻകൂട്ടി കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടി വരും, എന്നാലും ബെറ്റർ തിങ്സ് നടക്കുകയുള്ളൂ ഒരു ഓർഗനൈസേഷനിൽ. അപ്പൊ ഇതൊക്കെ പേഴ്സണൽ പോളിസീസിന്റെ പ്രിൻസിപ്പിൾസ് ആണ്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്, ഈ തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പേഴ്സണൽ പോളിസീസ് ഫോം ചെയ്തു വെച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കിയാ പ്രിൻസിപ്പിൾസ്, ജസ്റ്റ് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ആ പോയിന്റുകൾ ക്ലിയർ ആകുന്നുണ്ടോ ഒന്ന് പെട്ടെന്നൊന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? വായിച്ചിട്ട് ഡൗട്ട്സ് ഒന്നും ഇല്ലായിരിക്കും. എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൗണ്ട് പേഴ്സണൽ പോളിസി. അതായത് ഒരു നല്ല രീതിയിലുള്ള ഒരു തൊഴിൽ നയം രൂപീകരിക്കുമ്പോൾ അതിന് വേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, സവിശേഷതകൾ എന്തൊക്കെയായിരിക്കണം? ഒരു നല്ല സൗണ്ട് പേഴ്സണൽ പോളിസി എന്ന് വെച്ചാൽ ഒച്ചയുണ്ടാക്കുന്നതല്ല, ഒരു നല്ലതായിട്ടുള്ള, സൗണ്ട് മീൻസ് നല്ല രീതിയിലുള്ള ഒരു പേഴ്സണൽ പോളിസി രൂപീകരിക്കുമ്പോൾ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ ഒരു ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അപ്പൊ പേഴ്സണൽ പോളിസീസിന്റെ സൗണ്ട് പേഴ്സണൽ പോളിസീസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സവിശേഷതകളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകൾ ഉപയോഗിച്ചിട്ടുള്ളൂ. എങ്ങനെയായിരിക്കണം പേഴ്സണൽ പോളിസി? വളരെ ക്ലിയർ ആയിരിക്കണം, എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഭയങ്കര കടുകട്ടിയായ പേഴ്സണൽ തൊഴിൽ നയങ്ങളൊക്കെ കൊണ്ടുവന്ന അത് എന്താ പറയാ, ജോലിക്കാർക്കൊക്കെ അവരുടെ ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അതിനെയൊക്കെ എന്താ പറയാ കടിഞ്ഞാണിടുക, അല്ലെങ്കിൽ അതിനൊക്കെ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പോളിസീസ് ഒക്കെ രൂപീകരിക്കാതിരിക്കുക. അപ്പൊ ക്ലിയർ ആയിട്ടുള്ളതായിരിക്കണം, ഈസിലി അണ്ടർസ്റ്റുഡ് ആയിരിക്കണം. ഈസിലി എന്നാണ്, ഏർലി എന്നല്ല, അവിടെ ഈസിലിയാണ്, EASLY എന്നാണ്. നിങ്ങൾ നോട്ടിലൊന്ന് തിരുത്തണേ, ഏർലി അണ്ടർസ്റ്റുഡ് അല്ല, ഈസിലി അണ്ടർസ്റ്റുഡ് ആണ്. എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിലുള്ള പോളിസീസ് ആയിരിക്കണം. എല്ലാവർക്കും അതായത് ഒരു ഓർഗനൈസേഷനിൽ ഓരോ പോളിസീസ് ഉണ്ടാക്കി വെക്കുമ്പോൾ ആ പോളിസീസ് എല്ലാവർക്കും ക്ലിയർ ആയിരിക്കണം, എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാകുന്നത്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത് പോലെയല്ല മറ്റൊരു ആള് മനസ്സിലാക്കിയതെങ്കിൽ ആ പോളിസി ചെയ്തേക്കുന്നതിൽ എന്തെങ്കിലും അപാകത ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഓരോ നയങ്ങൾ ഇന്ന രീതിയിലാണ് തൊഴിൽ ചെയ്യേണ്ടത്, അതിനുള്ള ഒരു കുറച്ച് എന്താ പറയാ കുറച്ച് മാനദണ്ഡങ്ങൾ ഇവിടെ പാലിക്കാനുണ്ട്, ആ രീതിയിലാണ് നമ്മൾ ഇവിടുത്തെ ജോലിക്കാർ ജോലി ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കി ഇന്ന കാര്യങ്ങൾ. അപ്പൊ ഇതിന് വിരുദ്ധമായി നമുക്ക് ചെയ്യാൻ പാടില്ലല്ലോ. സോ അപ്പൊ ആ ഒരു ഇതിന് ഫോളോ ചെയ്യുന്ന രീതിയിൽ ഞാനത് മനസ്സിലാക്കി. പക്ഷെ വേറൊരാളത് മനസ്സിലാക്കിയത് വേറെ രീതിയിലാണെങ്കിൽ ആ പോളിസീസ് കൃത്യമായ രീതിയിലല്ല എഴുതിയേക്കണേ അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ each and every employee should easily understand the personal policies and it should be written clearly. അത് വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ടൊക്കെ എഴുതി വെച്ചാൽ എല്ലാവരും ഒരുപോലെ ആയിരിക്കും അത് മനസ്സിലാക്കി എടുക്കുക. അടുത്തത് എന്താ, it should be in written form. കണ്ട, എഴുതി തയ്യാറാക്കി വെക്കണം, അല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയലത് ഇവിടുത്തെ കാര്യം ഇങ്ങനെയാണ്, എംപ്ലോയീസ് ഇങ്ങനെയാ ചെയ്യേണ്ടത്, വരേണ്ടത് 9:30 മണിക്കാണ്, പോകേണ്ടത് 4:30 മണിക്കാണ്, 1 മിനിറ്റ് മുമ്പോ പുറകോ പോകാനോ വരാനോ പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞ് മുമ്പ് വരാം, വരുന്നതിന് മുമ്പ് വരാം. പക്ഷെ പോകുമ്പോൾ 4:30 എന്നുള്ളത് 4:20 എനിക്ക് വണ്ടിയുണ്ട്, അതുകൊണ്ട് ഞാൻ 4:20 പോട്ടെ, 10 മിനിറ്റ് അല്ലേ ഉള്ളൂ എന്ന് അങ്ങനെയില്ല. അത് അവിടുത്തെ പോളിസി അതാണ്. അപ്പൊ അവരത് ഒബേ ചെയ്യണം, ഫോളോ ചെയ്യണം.
അപ്പൊ എല്ലാവർക്കും വേണ്ടിയില്ല. അപ്പൊ അതങ്ങനെ എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല. വെൻ ഇറ്റ് ഈസ് റിട്ടേൺ, അത് റിട്ടേൺ ഫോമിലാണെങ്കിൽ പിന്നെ നമുക്ക് അവിടെ എവിടെയെങ്കിലും ഡിസ്പ്ലേ ചെയ്ത് വെക്കാം. വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള പോളിസീസ് ആണ്, ജോലിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പേഴ്സണൽ പോളിസീസ് ആണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അവരത് ഫോളോ ചെയ്ത് പോയിക്കോളും കറക്റ്റ് ആയിട്ട്. അപ്പൊ റിട്ടേൺ ഫോമിലാണെങ്കിൽ എളുപ്പമായി. ഇറ്റ് ഷുഡ് ബി ഇൻ ദ ലോക്കൽ ലാംഗ്വേജ് ടു. അപ്പൊ എഴുതി വെക്കുമ്പോ മേ ബി റിട്ടേൺ ഇൻ ഇംഗ്ലീഷ് ആകാം, ഹിന്ദി ആകാം. എന്തായാലും ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ്, രാഷ്ട്രഭാഷ ഹിന്ദിയാണ്. അപ്പൊ നമ്മളുടേതായ ഭാഷയുണ്ട്, മാതൃഭാഷ അല്ലെ, മദർ ടങ് ഉണ്ട്. അതിലും അതായത് എല്ലാവർക്കും മനസ്സിലാകുന്ന അവരവരുടെ നാട്ടിലെ ഭാഷയായിരിക്കും കൂടുതൽ. അപ്പൊ ആ ഭാഷ എന്തായാലും എഴുതി വരിക. ലോക്കൽ ലാംഗ്വേജ് നിർബന്ധമായിട്ടും എഴുതണം. ഇറ്റ് ഷുഡ് ബി ജനറലി നോൺ ടു ഓൾ ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ്. ഈ പോളിസീസിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ള എല്ലാവരെയും അറിയിക്കുകയും വേണം. അല്ല, നിനക്ക് ഇത് അറിയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവരെ മാറ്റിത്തല്ല. ആരൊക്കെയാണോ ഇൻട്രസ്റ്റഡ്, ആ ഓൾ ഇൻട്രസ്റ്റഡ് പേഴ്സൺ ഷുഡ് ബി നോട്ട് ദാറ്റ് പർട്ടിക്കുലർ പോളിസീസ്. ആ പോളിസീസ് ഒക്കെ അവര് കൃത്യമായിട്ട് അറിയാൻ അവർക്ക് ബാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവർക്ക് റൈറ്റ് ഉണ്ട്, അവകാശമുണ്ട്. പിന്നെ എന്തിനാണ് ഈ ഇത്തരം പോളിസീസ് ഉണ്ടാക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷ്യമാണ് ഇറ്റ് ഈസ് ടു പ്രിസർവ് അഗെയിൻസ്റ്റ് ലോസ്. പല നഷ്ടങ്ങളും, പല രീതിയിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളെയും കൂടുതലും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പേഴ്സണൽ പോളിസീസ് ഉണ്ടാക്കി വെക്കുന്നത്. അല്ലെ, 4:30 മണിക്ക് എന്ന് പറയുമ്പോൾ 4:30 മണി വരെ നമ്മൾ വർക്ക് ചെയ്യണം. അല്ല നമുക്ക് നേരത്തെ പോകണമെന്നുണ്ടെങ്കിൽ വർക്ക് വിൽ ബി പെൻഡിങ്. അപ്പൊ അത് അവിടെ പെൻഡിങ് ആവും. അടുത്ത ദിവസം വന്ന് ചെയ്യാന്ന് വിചാരിക്കും. അപ്പൊ അടുത്ത ദിവസത്തെ ജോലിയും ഇന്നത്തെ ബാക്കിയും അത് വീണ്ടും കിടന്ന് പെൻഡിങ് ആവും. ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ പറഞ്ഞത് അല്ലെ. അപ്പൊ ഈ പേഴ്സണൽ പോളിസീസ് ഈസ് മെയിൻറ്റെയിൻഡ് ഫോർ ഓർ ടു അവോയ്ഡ് സം പർട്ടിക്കുലർ ലോസസ്. പലതരത്തിലുള്ള നഷ്ടങ്ങളെ നമുക്ക് ഇല്ലാതാക്കാനും അല്ലെങ്കിൽ അതിനും എതിരെയുമാണ് നമ്മൾ ഇത്തരം പോളിസീസ് ഓരോ ഓർഗനൈസേഷനും ഉണ്ടാക്കി വെക്കുന്നത്. ആൻഡ് ഇതെന്തായിരിക്കണം, ഒരു റീസണബിളി സ്റ്റേബിൾ ബട്ട് നോട്ട് റിജിഡ്. സ്റ്റേബിൾ എന്ന് വെച്ചാൽ ഒരു സ്റ്റേബിൾ ആയ രീതിയിൽ, ഒരു മിതമായ രീതിയിലായിരിക്കും. പക്ഷെ ഭയങ്കര റിജിഡ്, പഠിക്കാൻ പൊട്ടാത്തതാകരുതെന്ന് മനസ്സിലായ. പോളിസീസ് ഒക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും, പറ്റാത്ത പോളിസീസ് പാടില്ല. അതൊക്കെയാണ്. അപ്പൊ പറ്റാത്ത പോളിസീസ് പറയുമോ ഇത് നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല എന്നുള്ളതാണെങ്കിൽ അത് ഭയങ്കര ഒരു നല്ല രീതിയിലുള്ള ഒരു പോളിസി അല്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം, സ്റ്റേബിൾ ആയിരിക്കണം, പക്ഷെ റിജിഡ് ആവാൻ പാടില്ല എന്നുള്ളത്. പിന്നെ കെയർഫുൾ അനാലിസിസ് ഓഫ് ഓൾ അവൈലബിൾ ഫാക്ട്സ്. ഈ പോളിസീസ് രൂപീകരിക്കുമ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ പോളിസി രൂപീകരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് നന്നായിട്ട് അനലൈസ് ചെയ്തിട്ട് വേണം, നന്നായിട്ട് ശ്രദ്ധിച്ച് അനലൈസ് ചെയ്ത് ഇന്ന കാര്യങ്ങൾ അതിന്റെ വരായികകൾ കൂടി മനസ്സിലാക്കിയിട്ട് വേണം പ്രിൻസിപ്പൾസ് അല്ലെങ്കിൽ പോളിസീസ് ഉണ്ടാക്കാനായിട്ട്. ഇത് ഇന്ന പോളിസി നമ്മൾ എഴുതി വെക്കുമ്പോൾ അത് വെദർ ദേ ക്യാൻ ഫോളോ, അത് അവരത് ചെയ്യോ, അത് പറ്റുമോ, അതിനെന്തെങ്കിലും ആഫ്റ്റർ ഇഫക്റ്റ് ഉണ്ടോ എന്നുകൂടി ചിന്തിച്ചിട്ട് വേണം ആ പോളിസീസ് ഫോം ചെയ്യാനായിട്ട്. പിന്നെ യൂണിഫോം ത്രൂ ഔട്ട് ദ ഓർഗനൈസേഷൻ. എല്ലാവരും ഒരുപോലെ ഫോളോ ചെയ്യുന്ന രീതിയിലുള്ള ഒരു യൂണിഫോമിറ്റി ആ ഒരു പോളിസീസിന് ഉണ്ടായിരിക്കണം. യൂണിഫോം ത്രൂ ഔട്ട് ദ ഓർഗനൈസേഷൻ, ഫുൾ ഓർഗനൈസേഷനിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം പോളിസി. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്, എംപ്ലോയീസിനും വർക്കേഴ്സിനും ഒക്കെ. പിന്നെ ഇറ്റ് ഷുഡ് ബി എ ടു വേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അതായത് മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിലുള്ള ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആയിരിക്കണം. അപ്പൊ പോളിസീസ് കൊടുക്കുമ്പോൾ അത് അവർ എല്ലാവരും ഫോളോ ചെയ്യണം അല്ലെ. അപ്പൊ അവർക്കും അവരുടേതായ രീതിയിൽ, വർക്കേഴ്സിനും എംപ്ലോയീസിനും ഒക്കെ അവരുടേതായ രീതിയിൽ മാനേജ്മെന്റിലേക്ക് ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അറിയിക്കാനോ എന്താ പറയുക കൈമാറ്റം ചെയ്യാനോ ഒക്കെ ഉണ്ടാകും, അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടാകും. സോ അതൊരു ടു വേ ആയിരിക്കണം, വൺ വേ അല്ല, റേഡിയോ പോലെയല്ല. അങ്ങോട്ടേക്ക് എല്ലാം പറയുന്നു ആൻഡ് യു ഷുഡ് ഫോളോ, യു മസ്റ്റ് ഫോളോ, നിങ്ങൾ എന്തായാലും അതൊക്കെ പാലിക്കണമെന്ന് മാത്രം പറഞ്ഞ് അവരിൽ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലാകരുത്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും ഇന്നതായി കഴിഞ്ഞാൽ ഇങ്ങനെയാകോ, അത് ഒരു ചിലപ്പോൾ അവർക്ക് അതിനേക്കാൾ നല്ല രീതിയിൽ അതിനെ ചിലപ്പോൾ ആ ഒരു നയത്തെ കുറച്ച് മാറ്റി എഴുതാൻ പറ്റുമായിരിക്കും. ആരെ കൊണ്ട്, നമുക്ക് തിങ്കിങ് പവർ എല്ലാവർക്കും ഒരുപോലത്തെ അല്ല. ഞാൻ ചിന്തിക്കുന്നത് പോലെ ആകണമെന്നില്ല, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കാം. നമുക്ക് ഓരോരുത്തർക്കും ഡിഫറെന്റ് ഐഡിയാസ് ഉണ്ട് ഓരോ കാര്യത്തെ കുറിച്ചും. അപ്പൊ ആ ഡിഫറെന്റ് ഐഡിയയിൽ നല്ല ഐഡിയാസ് ചിലപ്പോൾ അവരിൽ നിന്ന് കിട്ടാം. അപ്പൊ ആ രീതിയിൽ അവരെയും കൂടി നമുക്ക് ശ്രവിക്കാൻ, കേൾക്കാൻ ഒരു സൗകര്യം ഉണ്ടാക്കിയതിന് ശേഷം പോളിസീസ് ഫോം ചെയ്താൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ടു വേ കമ്മ്യൂണിക്കേഷൻ ഒരു സിസ്റ്റം ആയിരിക്കണം ഓർഗനൈസേഷനിൽ ബിറ്റ്വീൻ ദ മാനേജ്മെന്റ് ആൻഡ് ദ എംപ്ലോയീസ്. ക്ലിയർ ആയോ? സിമ്പിൾ സെന്റൻസുകളാണ്, അതായത് പേഴ്സണൽ പോളിസീസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ക്ലിയർ? യെസ്, ഒന്ന് വായിച്ചു നോക്കാം വേഗം ആ പേഴ്സണൽ പോളിസീസ്. ഏതെങ്കിലും പോയിന്റ് കിട്ടാത്തതുണ്ടെങ്കിൽ ചോദിക്കാം.
അടുത്തതിലേക്ക് പോയിക്കോട്ടെ. ഓക്കെ. ഓക്കെ, അടുത്തത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ്. ഒരു ഓർഗനൈസേഷന്റെ ഘടന എന്താണ്? ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇറ്റ് എക്സ്പ്ലെയിൻസ് ഹൗ ദ ടാസ്ക് അലോക്കേഷൻ, അതായത് ഒരുപാട് ആക്ടിവിറ്റീസ് ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്നുണ്ട്. അതിൽ അവിടെ നടക്കുന്ന വർക്കുകൾക്ക് പുറമെ ഓർഗനൈസേഷനിൽ ദർ ആർ മെനി ആക്ടിവിറ്റീസ്, ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ഹൗ അതിൽ ആക്ടിവിറ്റീസിലെ ടാസ്ക് അലോക്കേഷൻ, കോർഡിനേഷൻ, അവരെയൊക്കെ ഒരു ഓർഗനൈസേഷനിലുള്ള വർക്കേഴ്സിനെയൊക്കെ എംപ്ലോയീസിനെയൊക്കെ നമുക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെ, അവരുടെ സൂപ്പർവിഷൻ, ഇതൊക്കെ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി അത്തരം ആക്ടിവിറ്റീസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത്, എന്നിട്ട് ഇതിന് വേണ്ടിയിട്ട് ടുവേർഡ്സ് ദ അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ് അല്ലെങ്കിൽ എയിംസ്. ഒരു ഓർഗനൈസേഷൻ എന്തൊക്കെ ലക്ഷ്യം വെച്ചിട്ടുണ്ടോ ഈ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് ഒരു ഓർഗനൈസേഷനിലെ ആക്ടിവിറ്റീസ് സച്ച് ആസ് ടാസ്ക് അലോക്കേഷൻ, കോർഡിനേഷൻ, സൂപ്പർവിഷൻ ഒക്കെ നടത്തപ്പെടേണ്ടത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പ്രോസസ്സാണ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഘടന, ഒരു ഓർഗനൈസേഷന്റെ ഘടന അതാണ്. അപ്പൊ അങ്ങനെയൊക്കെ എന്താ പറയുക, വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കും. ഡാഷ് explains how activities like task allocation, coordination and supervision are directed towards the achievement of organizational goal എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്നാണ് ആൻസർ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ഇതിന്റെ കോൺസെപ്റ്റുകൾ, ഈ ഓർഗനൈസേഷണൽ സ്ട്രക്ചറിന്റെ കോൺസെപ്റ്റുകൾ? ഒന്ന്, ഫസ്റ്റ് വൺ, ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് ഓർ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ആണ്. ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മൾ ഓരോ ജോലിയും ചെയ്തു തീർക്കുമ്പോൾ അത് എത്രത്തോളം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച ജോലി അക്കംപ്ലിഷ് ചെയ്തു, ടാസ്ക്, അത് തന്നെയാണ് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. പേഴ്സണൽ ആണ്, വ്യക്തിപരമായ സംതൃപ്തി അല്ല, പേഴ്സണൽ ആണ്. അതായത് തൊഴിൽപരമായ തൃപ്തി, തൊഴിൽ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ആ തൊഴിൽ തൃപ്തി കിട്ടുക. അതാണ് ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് എന്ന് പറയുന്നത്. രണ്ടും തന്നെയാണ്, മീനിങ് ഫുൾ രണ്ട് രീതിയിൽ നോക്കുമ്പോൾ രണ്ടും തന്നെയാണ്, പക്ഷെ അങ്ങനെ രണ്ടായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് മാത്രം. അതാണ് ഒന്നാമത്തെ കോൺസെപ്റ്റ്. ഓർഗനൈസേഷണൽ സ്ട്രക്ചറിന്റെ ഫസ്റ്റ് കോൺസെപ്റ്റ് അതാണ്, ടാസ്ക്. അതായത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഓരോ ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നത്? അവിടെ എന്തൊക്കെയോ ജോലികളുണ്ട്, അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അത് നമ്മൾ അക്കംപ്ലിഷ് ചെയ്യാൻ, നേടിയെടുക്കുക, ടാസ്ക് ഫുൾഫിൽ ചെയ്യുക. അതായത് ഓർഗനൈസേഷന്റെ എല്ലാ തരത്തിലുള്ള ജോലികളും ചെയ്തു തീർക്കുക. അതിൽ നിന്ന് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, അത് തൊഴിൽപരമായ സംതൃപ്തി കിട്ടുക. സെക്കൻഡ് വൺ എന്താണ്? ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. കണ്ടോ, അവിടെ മറ്റൊരു കോൺസെപ്റ്റ് ആണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. അതോറിറ്റി എന്ന് പറഞ്ഞാൽ അധികാരം. അതായത് നമുക്കിപ്പോ ഒരു ഇൻഡിവിജ്വലിനും എന്താ പറയാ എങ്ങനെ പ്രവർത്തിക്കണം, അതായത് എപ്പോഴാണ് പ്രവർത്തിക്കേണ്ടത്, തനിക്ക് ആക്ട് ചെയ്യേണ്ടത് എപ്പോഴാണ്, അതിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ അവർക്ക് എപ്പോഴും ഡിസിഷൻസ് എടുക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയുണ്ട് അവിടുത്തെ റിസോഴ്സസിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം. അതായത് നമുക്ക് സ്വന്തമായിട്ട് പ്രവർത്തിക്കാനും മറ്റുള്ളവരെ കൊണ്ട് അവരുടേതായ ജോലി ചെയ്യിപ്പിക്കാനും ഒക്കെ, അങ്ങനെ ജോബിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഫുൾഫിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. എനിക്ക് തന്നിരിക്കുന്ന ജോലികൾ ഞാൻ ചെയ്യാം, ഒപ്പം തന്നെ എൻ്റെ ഒപ്പമുള്ളവരുടെയും ജോലികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നമുക്കൊരു എന്താ പറയാ എങ്ങനെയൊക്കെ ആക്ട് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ, ടാസ്കുകളൊക്കെ ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു സൗകര്യങ്ങളും മറ്റുമൊക്കെ നമുക്ക് മറ്റുള്ളവർക്കും കൂടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഏത് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. അപ്പൊ ഓരോരുത്തർക്ക് അവരവരുടേതായ രീതിയിൽ ആക്ട് ചെയ്യാനുണ്ട്, എനിക്ക് എന്റേതായ രീതിയിൽ ആക്ട് ചെയ്യാനുണ്ട്. ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്റെ കാര്യങ്ങൾ, എന്റെ അധികാരം ഉപയോഗിച്ച് എന്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു. അതനുസരിച്ച് മറ്റുള്ളവർക്ക് അത് എന്തെങ്കിലും ചെയ്യാനുള്ള സഹായങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതാണ് പറഞ്ഞേക്കണേ. It is the delivery by one individual to another, the right to act. അതായത് ഒരു അധികാരം തന്നെയാണ്, ഒരു അവകാശമാണ്. എങ്ങനെ നമുക്ക് പ്രവർത്തിക്കണം, എങ്ങനെ നമുക്ക് ഡിസിഷൻസ് എടുക്കണം, അത് അത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. അപ്പൊ ഞാൻ എന്റെ ജോലി ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ചെയ്യുന്നു. മാത്രമല്ല ടു ഗിവ് ഡിറക്ഷൻസ് ടു അതേഴ്സ്, മറ്റുള്ളവർക്ക് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡയറക്ഷൻസ് വേണമെങ്കിൽ കൊടുക്കാം, എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം, എങ്ങനെയാണ് അവരുടെ ജോലി എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അങ്ങനെ മൊത്തം എല്ലാവരുടെയും ജോബ് റെസ്പോൺസിബിലിറ്റീസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഫുൾഫിൽ ചെയ്യാൻ പറ്റും.
അതാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. അതും അങ്ങനെ വൺ വേർഡ് ചോദിക്കാം. ഡാഷ് ഈസ് ദ ഡെലിവറി ബൈ വൺ ഇൻഡിവിജ്വൽ ടു അനദർ, റൈറ്റ് ടു ആക്ട്, ടേക്ക് ഡിസിഷൻസ്, റിക്വസിഷൻ ഓഫ് റിസോഴ്സസ് എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം. ഇനി പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ. ഇനി ഒരു ഓർഗനൈസേഷന്റെ അടുത്ത കോൺസെപ്റ്റ് ആണ് എന്ത്? പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ. സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സൂപ്പർവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? സൂപ്പർവൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ മേൽനോട്ടം വഹിക്കുക അല്ലെ. പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മേൽനോട്ടം വഹിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ജോലികളിലും ഒരു നോട്ടം നമ്മൾക്ക് ഉണ്ടായിരിക്കും. നമുക്ക് ചുറ്റുമുള്ളവരിലും അല്ലെങ്കിൽ നമ്മളുടെ ഇതിലും ഒരു മേൽനോട്ടം വഹിക്കുക. ആളെ എന്താ പറയാ വിലയിരുത്തുന്നതിന്റെ ഭാഗമായിട്ട് അത് ഫുൾ ലെങ്ത് ആണ്. അത് ഒരു ദിവസത്തേക്ക് 2 ദിവസത്തേക്കല്ല, ഫുൾ ലെങ്ത്. അതാണ് സ്പാൻ എന്ന് പറഞ്ഞേക്കണേ. ആ ഫുൾ ലെങ്ത് ഓഫ് സൂപ്പർവിഷൻ നമ്മൾ നടത്തണം. അത് എപ്പോഴും ഒരു ഹ്യൂമൻ റിസോഴ്സുകൾ എവിടെയൊക്കെ വർക്കേഴ്സ് ജോലി ചെയ്യുന്നുണ്ടോ, എംപ്ലോയീസ് ചെയ്യുന്നുണ്ടോ അവരെയൊക്കെ സൂപ്പർവൈസ് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക്. അത് ഒരു ഫുൾ ലെങ്ത്. കുറച്ച് ദിവസം സൂപ്പർവൈസ് ചെയ്തു, അവരൊക്കെ എല്ലാവരും നന്നായി ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ കുറച്ച് ദിവസം കഴിഞ്ഞ് വെൻ സംബഡി ഈസ് നോട്ട് മാനേജിങ് ഓർ കൺട്രോളിങ് ദർ ആക്ടിവിറ്റീസ്, ആരും അവരുടെ ആക്ടിവിറ്റീസ് ഒന്നും ശ്രദ്ധിക്കുന്നില്ല, കൺട്രോൾ ചെയ്യുന്നില്ല, മാനേജ് ചെയ്യുന്നില്ല എങ്കിൽ അത് അത്തരം അലസതയിലേക്കും അല്ലെ ലേസിനെസ്സിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട്. എപ്പോ വേണമെങ്കിലും നമുക്ക് മടിയും ഇതൊക്കെ നമ്മളിലേക്ക് കടന്നു വരാം. അപ്പൊ അങ്ങനെ പോകാൻ സാധ്യതയില്ല. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. പിന്നെന്താണ്? ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ. എന്ത് സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ വി ആർ ഡൂയിങ് സം വർക്ക് റെഗുലർലി ആൻഡ് റിപ്പീറ്റഡ്ലി വി വിൽ ബി സ്പെഷ്യലൈസ്ഡ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ജോബ് അല്ലെ. നമ്മളിപ്പോ ഒരു ജോലി കൃത്യമായിട്ട് റെഗുലർ ആയിട്ട് എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ വിദഗ്ധരായി മാറും അല്ലെ. ഇപ്പൊ ടീച്ചിങ് അത് ഇപ്പൊ ആദ്യമൊക്കെ എങ്ങനെയാണ് പഠിപ്പിച്ചത് ആ രീതിയിൽ എല്ലാവർക്കും ഇപ്പൊ നമ്മൾ പഠിപ്പിക്കുക. അപ്പൊ നമ്മളെന്തായി അതിൽ ഇങ്ങനെ ചെയ്ത് നമ്മൾ സ്പെഷ്യലൈസ്ഡ് ആയി. നമ്മൾ സൂചി നൂല് കോർക്കുക. ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ പറയാം. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഭയങ്കര ടഫായിട്ട് അത് കോർക്കാനൊക്കെ നമുക്ക് പറ്റില്ല അല്ലെ. എന്നാൽ നമ്മളൊന്ന് റെഗുലർ ആയിട്ട് ഇതൊന്ന് ചെയ്തു നോക്കിയാൽ എല്ലാ ദിവസവും കുറച്ചു നേരം സൂചി നൂല് കോർക്കാൻ വേണ്ടി നമ്മൾ നോക്കുക. അപ്പൊ നമുക്ക് അതിന്റെ ടെക്നിക്ക് പിടി കിട്ടും. ഇങ്ങനെയാണ്. അപ്പൊ പിന്നെ ഈസി ആകും. അത് എന്ത് കാര്യവും അങ്ങനെ തന്നെയാണ്. വെൻ യു ആർ ഡൂയിങ് സം പർട്ടിക്കുലർ ടാസ്ക് ഓർ ജോബ് റെഗുലർലി ആൻഡ് റിപ്പീറ്റഡ്ലി എപ്പോഴും ചെയ്തോണ്ടിരിക്കുക. റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തോണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ടാസ്ക് ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പിള്ളേരൊക്കെ കാണിക്കുന്നത്. അപ്പൊ ആ ടാസ്ക് ഇതെന്നെ കൊണ്ട് പറ്റില്ല എന്ന് നമ്മൾ കൈകെട്ടി മാറിയെന്ന് കഴിഞ്ഞാൽ പറ്റില്ല എന്ന് തന്നെയാണ്. പക്ഷെ when we are making a try, നമ്മൾ പക്ഷെ അതിന് വേണ്ടിയിട്ട് ഒരു ട്രൈ കൊടുത്തു, ഒന്ന് ട്രൈ ചെയ്തു, പരാജയപ്പെട്ടു, രണ്ടാമത് ട്രൈ ചെയ്തു, ഇതിനെ കൊണ്ട് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മാറിയിട്ടല്ല. നെവർ ഗീവ് അപ്പ് എന്ന് പറയുന്ന ഒരു പോളിസി ഉണ്ട് അല്ലെ. അപ്പൊ നമ്മളത് ചെയ്തോണ്ട് ഇല്ല ഞാനത് നോക്കട്ടെ, എന്നെ കൊണ്ട് പറ്റും, എപ്പോഴെങ്കിലും ശരിയാവും. കുറച്ചു നേരം കഴിയുമ്പോൾ ഒരു പ്രാവശ്യം ശരിയായി കഴിഞ്ഞാൽ പിന്നെ ശരിയാകുന്നതില് വലിയ ബുദ്ധിമുട്ടില്ല. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതാണ് ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ. എങ്ങനെയാ? ലിമിറ്റഡ് ഡ്യൂട്ടീസ് പെർഫോംഡ് റെഗുലർലി ആൻഡ് റിപ്പീറ്റഡ്ലി. വളരെ ചെറിയ ജോലിയാണെങ്കിലും കുറച്ച് ജോലിയുണ്ടെങ്കിലും അത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടാണ് നമ്മളുടെ ജോലി സ്ഥാപനത്തിലൊക്കെ നമ്മൾ ചെയ്യാം. അപ്പൊ നമ്മളുടെ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ നടക്കുന്നത്. കാരണം വി ആർ ലേണിംഗ് സം ജോബ് റുട്ടീൻസ്. നമ്മളുടെ ജോലിയുടേതായ ആ ഒരു റുട്ടീൻ നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. therefore it becomes easier. അങ്ങനെ എന്തായി മാറും? അത് എളുപ്പമായി മാറും. ആൻഡ് വി വിൽ ബി ആൻ എക്സ്പെർട്ട് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ജോബ്. നമ്മൾ ആരായി മാറും? എക്സ്പേർട്ടായി മാറും, ഒരു വിദഗ്ധനായി മാറും, അല്ലെങ്കിൽ വിദഗ്ധയായി മാറും. അത് ഒരു ജോബിന്റെ പ്രത്യേകതയാണ്. ആദ്യം ഒരു ജോലിയിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ ആദ്യം തന്നെ അത് കൊള്ളില്ല, ഇന്ന് വന്ന് സ്റ്റാഫ് കൊള്ളില്ല, അതിന് പറ്റില്ല പണി എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ഡിസ്മിസ് ചെയ്യില്ല. യു ഹാവ് ടു ഗിവ് എ ചാൻസ്. ചിലപ്പോ അതൊന്ന് പഠിച്ചെടുക്കാനും മനസ്സിലാക്കിയെടുക്കാനും അവർക്ക് ഒരു 2-3 ദിവസത്തെ സമയം. അതാണ് അതിനെയാണ് നമ്മൾ ഈ ട്രെയിനിങ് പീരീഡ് എന്നൊക്കെ പറയാ. ആ ട്രെയിൻ ചെയ്ത് അവരെ അതിലേക്ക് മോൾഡ് ചെയ്ത് എടുത്ത് ചിലപ്പോ വി ക്യാൻ മേ ബി എക്സ്പേർട്ട് ദാൻ മീ. നമ്മളെക്കാൾ ചിലപ്പോൾ നല്ല എക്സ്പേർട്ടായിട്ട് അവർ ചെയ്യുമായിരിക്കാം. പക്ഷെ അതിനുള്ളൊരു ഇത്തിരി സമയം വേണ്ടി വരും. ഓക്കെ. അപ്പൊ അതാണ് ജോബ് ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ. അടുത്തത് കമ്മ്യൂണിക്കേഷൻ ചാനൽ ഷുഡ് ബി പ്രോപ്പർ. ഇഫ് യു ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് സംതിങ് ടു ദ എംപ്ലോയീസ് ഓർ വർക്കേഴ്സ്, ജോലിക്കാർക്കോ അല്ലെങ്കിൽ മറ്റു എംപ്ലോയീസിനോ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് കൃത്യമായി ചാനലിലൂടെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇവിടെ ഇപ്പൊ എന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇവിടുത്തെ ആർക്കെങ്കിലും അത് എന്നിലേക്ക് എങ്ങനെ നല്ല രീതിയിൽ പെട്ടെന്ന് എത്തുക എന്നുള്ള ആ ഒരു ചാനൽ നോക്കുക. ഇന്ന ആളുടെ അടുത്ത് അറിയിച്ചാൽ he or she will properly hand it over, കമ്മ്യൂണിക്കേറ്റ് ടു എനിക്ക് കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എത്തും എന്നുള്ളത് ഉറപ്പാണെങ്കിൽ ആ ചാനലിലൂടെ, അല്ലെങ്കിൽ വഴിയെ കൊണ്ട് അതവിടെ ഒന്ന് അറിയിച്ചേക്കണം. അവര് അത് വേറെ ആൾ വഴി അയച്ചു അങ്ങനെ പറഞ്ഞു വന്ന് എന്താ പറയാ, ചിലപ്പോ ഇവിടെ പറഞ്ഞ കാര്യം ആയിരിക്കില്ല, ചിലപ്പോ എന്റെ ചെവിയിലേക്ക് എത്തുമ്പോഴേക്കും അതിനൊത്തിരി മാറ്റം ആ ഒരു സെന്റൻസിന് വന്നിട്ടുണ്ടാകാം. അപ്പൊ പ്രോപ്പർ ചാനൽ ഉപയോഗിക്കാം.
അതുപോലെ വർക്കേഴ്സിന്റെ ഒക്കെ അടുത്താകുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ അവിടെ ചിലപ്പോ ഇത്തരം എന്താ പറയാ ഇത്തരം നമ്മളുടെ ലേസിനെസ്, മടി, അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയ പ്രോപ്പർ അവിടെ എവിടെയും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. ഐ ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് ഡയറക്ട്ലി ടു ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ. എനിക്ക് ഞാൻ തന്നെ ചെന്നിട്ട് ആളെ കാര്യം അറിയിക്കണം എന്ന് മനസ്സിലാക്കി ചെയ്യേണ്ടതാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. അല്ലാതെ വേറെ ആരും ഏൽപ്പിക്കരുത്. ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായല്ലോ, ആളത് പറഞ്ഞില്ലേ, കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലേ എന്ന് പിന്നീട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ ഒരു ഓർഗനൈസേഷന്റെ ഒരു ഡിഫക്റ്റ് ആയി മാറും, അല്ലെങ്കിൽ നെഗറ്റീവ് പോയിന്റ് ആയിട്ട് മാറും. കറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേറ്റിംഗ് ചാനലിലൂടെ മാത്രം ആളുകളെ കറക്റ്റ് ആയിട്ട് അറിയിക്കുക. ഇതൊക്കെയാണ് ഓർഗനൈസേഷണൽ സ്ട്രക്ചറിന്റെ കോൺസെപ്റ്റുകൾ. അപ്പൊ എത്ര കോൺസെപ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത്? 1 ടാസ്ക് അക്കംപ്ലിഷ്മെന്റ്, 2 ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, 3 പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ, 4 ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ, ആൻഡ് 5 കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി ത്രൂ പ്രോപ്പർ ചാനൽ. 5 കോൺസെപ്റ്റുകളാണ് ഓർഗനൈസേഷണൽ സർവീസ് സ്ട്രക്ചറിനുള്ളത്. ക്ലിയർ ആണോ? യെസ്, ഒന്ന് വായിച്ചു നോക്കാം. ഓർഗനൈസേഷണൽ സ്ട്രക്ചറും അതിന്റെ കോൺസെപ്റ്റുകളും ജസ്റ്റ് ഒന്ന് വായിക്കാം. ഓക്കെ, പോകാലോ അടുത്തതിലേക്ക്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് ആണ് അടുത്തത്. കഴിഞ്ഞോ വായിച്ച്? ഓക്കെ, സോ നെക്സ്റ്റ് now move to the next topic, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് ആണ്. അപ്പൊ നമ്മള് തുടക്കത്തിൽ തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ തുടങ്ങിയപ്പോ തന്നെ നമ്മൾ പറഞ്ഞതാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ്, ഒരു ഘടകമാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ മോസ്റ്റ് വാല്യുബിൾ അസെറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്തിയാണ്, ഒരു അസെറ്റ് ആണ്. ആൻഡ് മറ്റ് അസറ്റിനെക്കാളൊക്കെ ഏറ്റവും ഉപരി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഹ്യൂമൻ റിസോഴ്സ് തന്നെയാണ്. മണി ആൻഡ് മറ്റ് ഫിസിക്കൽ എക്യുപ്മെന്റുകളൊക്കെ ഒരുപാടുണ്ട് ഒരു ഓർഗനൈസേഷനിൽ. ഒത്തിരി പണം, ഒരുപാട് മെഷീനറീസ്, ഇതൊക്കെ ഉണ്ടെങ്കിലും മോസ്റ്റ് വാല്യുബിൾ ആയിട്ടുള്ള അസെറ്റ് എന്ന് പറയുന്നത്, ഏറ്റവും മൂല്യം കൂടിയത് എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെയാണല്ലോ കണക്കാക്കുക അല്ലെ. ഹ്യൂമൻ ലൈഫിനാണ് ഏറ്റവും കൂടുതൽ വില. എന്തിനും ഒരുപാട് വിലയുണ്ട്. നമ്മൾ വിചാരിക്കും കോടികളുടേതായ വിലയുണ്ട് അല്ലെ. ഫ്ലാറ്റുകള്, കോടികളുടെ വിലയുള്ള ഫ്ലാറ്റ്സ്, മെഷീനറീസ്, വണ്ടികള്, ഇതൊക്കെ ഉണ്ട്. അപ്പൊ പറയും നമ്മളുടെ അതിനേക്കാൾ മൂല്യം എന്താ പറയാ ഒന്നിനുമില്ല എന്ന് നമ്മൾ പറയരുത് ഒരിക്കലും. കാരണം ഹ്യൂമൻ എന്ന് പറയുന്നതാണ് ഹ്യൂമൻ ലൈഫ് ആണ് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർക്കാം. നമ്മളുടെ ലൈഫ് ഉണ്ട്, നമുക്ക് ഹെൽത്തി ആണ് എങ്കിൽ നമുക്ക് ഈ പറയുന്ന
ബാക്കി എന്തും നമുക്ക് നമ്മളുടെ കഴിവ് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ്. ഈ പറയുന്ന അസറ്റുകൾ മറ്റ് അസറ്റുകളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത് വൺസ് ഇറ്റ് ഈസ് ഗോൺ, നമുക്കത് പിന്നീട് തിരിച്ചു കിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം. അപ്പൊ അതുകൊണ്ട് ഒരു വാല്യുബിൾ ആയിട്ടുള്ള അസറ്റ് തന്നെയാണ്. അപ്പൊ ഇത്തരം ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഓർ മാൻ പവർ പ്ലാനിങ് രണ്ടും തന്നെയാണ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഹൗ ദ മാനേജ്മെന്റ് ഡിറ്റർമിൻസ് ദ ഓർഗനൈസേഷൻ ഷുഡ് മൂവ് ഫ്രം ഇറ്റ്സ് കറന്റ് മാൻ പവർ പൊസിഷൻ ടു ദ ഡിസയേർഡ് മാൻ പവർ പൊസിഷൻ. അതായത് ഇവിടെ മാനേജ്മെന്റിന് ഒരു തീരുമാനമെടുക്കലാണ്. എങ്ങനെ ഇപ്പൊ ഉള്ള നമ്മുടെ ഹ്യൂമൻ മാൻ പവറിനെ അല്ലെങ്കിൽ ഹ്യൂമൻ പവറിനെ, മനുഷ്യ സംഭവത്തിനെ അല്ലെങ്കിൽ മനുഷ്യ വിഭവത്തെ എങ്ങനെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാൻ പവർ പൊസിഷനിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഹ്യൂമൻ പവർ എന്ന് പറഞ്ഞാൽ മനുഷ്യർ ഒരു ഓർഗനൈസേഷൻ 100 ജോലിക്കാർ വർക്ക് ചെയ്യുന്നു. ആ എണ്ണമല്ല അവിടെ പ്രാധാന്യം, അവരിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് ആണ്. അവര് കൊടുക്കുന്ന തൊഴിൽപരമായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ, അവരുടെ തൊഴിൽ ഞാൻ സംതൃപ്തരാണ് എന്ന് എംപ്ലോയർമാർക്ക് അല്ലെങ്കിൽ മാനേജ്മെന്റിന് പറയാൻ പറ്റണം. അപ്പൊ ആ ഒരു തൃപ്തി അല്ലെങ്കിൽ സംതൃപ്തി അവർക്ക് കിട്ടുന്നത് ഇവരുടെ പ്രവൃത്തിയിൽ നിന്നാണ്, അവർ ചെയ്യുന്ന ജോലികളിൽ നിന്നാണ്. അപ്പൊ ഇവരെ നമ്മളെ രീതി ആഗ്രഹിക്കുന്നത്, ഞാനിപ്പോ ഒരു ജോലി ചെയ്യുന്നു പക്ഷെ അത് അവർ ആഗ്രഹിക്കുന്ന രീതിയിലാണോ എന്നുള്ളത് വരുത്തി തീർക്കണം. ഓക്കെ, എന്തെങ്കിലും വന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, പറഞ്ഞു പഠിപ്പിച്ചു, അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് ജോലി അങ്ങനെ ചെയ്യാം അല്ലെ, അങ്ങനെ പോകുന്നു. എന്തെങ്കിലുമൊക്കെ കുറെ അവർ 1 മണിക്കൂർ നേരം ക്ലാസ് ഒക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോകുന്നു. പക്ഷേ അങ്ങനെ പോരാ അല്ലെ, നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടാണോ, അത് നല്ല രീതിയിൽ ആ കുട്ടികളിലേക്ക് എത്തുന്നുണ്ടോ, അവരത് എങ്ങനെ ക്യാച്ച് ചെയ്യുന്നു, അവര് അതിൽ നിന്ന് നമ്മളോടുള്ള റെസ്പോൺസ്, ഇതൊക്കെ വിലയിരുത്തുമ്പോഴാണ് ഞാൻ എന്ന് പറയുന്ന ആ ഒരു ജോലിക്കാരി ഇവിടേക്ക് എന്ത് കൊടുത്തു അല്ലെ, അത് അവര് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ലെവലിലേക്ക് അവര് ടീച്ചിങ് വന്നോ, ആ ടീച്ചർക്ക് അതിൻ്റെതായ രീതിയിൽ അത് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കറന്റ് മാൻ പവർ പൊസിഷനെ നമ്മൾ അവർ ഓർഗനൈസേഷൻ ഡിസയർ ചെയ്യുന്ന, അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാൻ പവർ പൊസിഷനിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നു. അതാണ് അതിന്റെ അർത്ഥം. ഹ്യൂമൻ റിസോഴ്സ് വെറുതെ മാനേജ് ചെയ്യുക എന്നുള്ളതല്ല. ജോലിയൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട്. എന്റെ പീരീഡ് എപ്പോഴാണ് ഞാൻ വന്ന് ക്ലാസ് എടുക്കുന്നു, എന്റെ അവർ വരുന്ന ദിവസങ്ങളിൽ കൃത്യമായി വന്ന് ഞാൻ ക്ലാസ് എടുത്ത് പോകുന്നു എന്നുള്ളതല്ല. ആ ഡ്യൂട്ടി ഒരു എന്താ പറയാ ഉത്തരവാദിത്തം നിറവേറ്റൽ മാത്രമല്ല, ഉത്തരവാദിത്തം വളരെ സ്മാർട്ടായിട്ടും ഹാർഡ് വർക്കിങ്ങിലും നമ്മളത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് അല്ലെ, ഞാനത് പ്രസന്റ് ചെയ്യുന്ന രീതി, അത് കൊടുക്കുന്ന രീതി, അവർക്കത് വാല്യൂബിൾ, ഞാൻ കൊടുക്കുന്ന ക്ലാസ്സുകൾ അത് വാല്യൂബിൾ ആണോ, അവരത് ആ രീതിയിൽ തന്നെ എടുത്തിട്ടാണോ അവർ പഠിക്കുന്നത്, അതിന് കെയറിങ് കൊടുക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അതിനൊരു നല്ല റിസൾട്ട് ഉണ്ടാകുക. അപ്പൊ ആ രീതിയിലേക്ക് ആക്കുക. അപ്പൊ ത്രൂ പ്രോപ്പർ പ്ലാനിങ് ഓർ മാനേജ്മെന്റ് ദ ഓർഗനൈസേഷൻ ക്യാൻ ഡിസൈഡ് the right number of persons, the right kind of people, and they have to be posted in the right place at the right time. അതായത് ഓരോ മാനേജ്മെന്റും അപ്പൊ ചിന്തിക്കണം, ഏതൊക്കെ ആളുകളെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്, എവിടെയൊക്കെ പോസ്റ്റ് ചെയ്യണം, ഏത് സമയത്ത് പോസ്റ്റ് ചെയ്യണം, അതൊക്കെ കിട്ടി അതിന് മാക്സിമം എന്ത് ചെയ്യുക, മനസ്സിലാക്കി അത് ചെയ്ത് ആൻഡ് ദേ ക്യാൻ അറ്റൈൻ ദ മാക്സിമം ലോങ് റേഞ്ച് ബെനിഫിറ്റ്. അങ്ങനെ ഒരു ദീർഘകാല നേട്ടം ഓരോ ഓർഗനൈസേഷനും ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഹ്യൂമൻ പവർ അല്ലെങ്കിൽ മാൻ പവറിനെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യണം. അല്ലാണ്ട് ഓടി വന്നിട്ട് ഒരു ഓർഗനൈസേഷൻ ജോലിക്കാർ ആവശ്യമുണ്ട്, വേഗം ആരെങ്കിലും കയറി എവിടെയെങ്കിലൊക്കെ ജോലിക്ക് കയറ്റിക്കോ, അങ്ങനെയല്ല. അവർക്ക് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. ഇന്ന ആൾക്ക് എന്ത് ജോലിയാണ് കൊടുക്കേണ്ടത്, അവര് ഏതിലാണ് എഫിഷ്യന്റ് ആയിട്ടുള്ളത്. കുറെ സമയമൊക്കെ കളഞ്ഞ് അവർക്ക് വേണ്ടിയിട്ട് ഒരു കൊല്ലം നീണ്ട ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടൊന്നും എടുക്കാനുള്ള സമയമൊന്നുമില്ല. ഇന്ന് ഫാസ്റ്റ് മൂവിങ് വേൾഡ് ആണ്, ഒന്നിനും നമുക്ക് സമയമില്ല. അപ്പൊ എത്ര എഫിഷ്യന്റ് ആയവര്, എത്ര അത് തരാൻ നമുക്ക് നല്ല മാക്സിമം അവരുടെ കാര്യങ്ങൾ നമുക്ക് തരാൻ യോഗ്യതയുള്ള ആപ്ലിക്കൻസ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ടെന്ന് പുറത്ത്. ഒത്തിരി ക്വാളിഫൈഡ് ആയിട്ടുള്ള മികവുള്ള ഒത്തിരി ആളുകളുണ്ട്. അപ്പൊ അവരെയൊക്കെ ഉള്ളത് നമ്മൾ ആ രീതിയിൽ സെലക്ട് ചെയ്ത് അവിടെ എവിടെയൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താകാം, നമുക്കൊരു ലോങ് റേഞ്ച് ബെനിഫിറ്റ് നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ അതാണ് ഹ്യൂമൻ പവർ പ്ലാനിങ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന്റെ ആ ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് ഇതാണ്. എന്താണ്, കറന്റ് മാൻ പവർ പൊസിഷനിൽ നിന്ന് they have to attain the desired മാൻ പവർ പൊസിഷൻ, അതായത് അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മാൻ പവറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രോസസ്സുകൾ ഉണ്ട്. പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, എന്തൊക്കെ പ്രക്രിയകളാണ് ആ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൽ നടക്കണേ.
അത് ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന അല്ലെങ്കിൽ ഒറ്റ സ്റ്റെപ്പിലായിട്ടുള്ള ഒരു പ്രോസസ് അല്ല. ഇറ്റ് ഈസ് എ മൾട്ടി സ്റ്റെപ്പ് പ്രോസസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒന്നിലധികം സ്റ്റെപ്പുകളുണ്ട്, നടപടികൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്വീകരിക്കുന്നുണ്ട്. ഒന്നാമത്തേത് ടു ഡിസൈഡ് ദ ഗോൾസ് ഓർ എയിംസ്. ആദ്യം തന്നെ ദേ ഹാവ് ടു ഡിസൈഡ് വാട്ട് ഈസ് ദ ഗോൾ ഓർ എയിം ഓഫ് എൻ ഓർഗനൈസേഷൻ. ആ ഒരു സംരംഭത്തിന്റെ എന്താ പറയാ ലക്ഷ്യം, അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നേരത്തെ കൂട്ടി തീരുമാനിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പർപ്പസ് എന്ന് പറയുന്നത്. അതായത് ഏത് എംപ്ലോയീസിനെ അവരുടെ എബിലിറ്റീസ് അനുസരിച്ച് എവിടെയാണ്, ആ റിക്വയർമെന്റ് അനുസരിച്ച് എവിടെയാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇപ്പൊ താൽക്കാലികമായ അറേഞ്ച്മെന്റുകൾ അല്ല നടത്തേണ്ടത്. പ്രസന്റ് അറേഞ്ച്മെന്റ്സിനേക്കാൾ കൂടുതൽ ദേ ഹാവ് ടു ഡിസൈഡ് ഇൻ ഫ്യൂച്ചർ ബിഫോർ. അതായത് നേരത്തെ തന്നെ ഇതിനെ കുറിച്ചുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കാം. ഏത് എംപ്ലോയീസിനെ എബിലിറ്റീസ് അനുസരിച്ച് എവിടേക്കാണ് അപ്പോയിന്റ്മെന്റ് ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്യണം. അല്ലാണ്ട് ഇപ്പൊ അവിടെ ആളില്ല, സോ നീ അങ്ങോട്ട് കയറുക, അങ്ങനെ ചെയ്യരുത്. ആ ഒരു അറേഞ്ച്മെന്റ് അല്ല, നേരത്തെ കൂടി. ഇപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ തന്നിരുന്നു. അപ്പൊ ഓരോ ടൈം എങ്ങനെയാണ്, ഞങ്ങൾ ആരെങ്കിലും ഒക്കെ വരുന്നതിനനുസരിച്ച് ഓടിയോട്ട് കയറുകയല്ലോ. ഒരു മൺഡേയില് ഇന്ന ടീച്ചറാണ് 2 ക്ലാസ്സസ് എടുക്കാൻ, രണ്ട് ടീച്ചേഴ്സിനെ അലോട്ട് ചെയ്തിട്ടുണ്ട്. ട്യൂസ്ഡേ ഇന്ന 2 പേരാണ്, വെനസ്ഡേ, അങ്ങനെ ഓരോ ഡേയിലും നമുക്ക് അങ്ങനെയാണ് ഞങ്ങൾ കയറുന്നത്. അല്ലാണ്ട് നീ കയറില്ല എന്നാൽ ഞാൻ കയറിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒന്നി തള്ളി ഇവിടെ കയറുകയല്ല അല്ലെ. ആ ഒരു ടൈമിന് അക്കോർഡിംഗ് ടു ദ ടൈം, അക്കോർഡിംഗ് ടു ദ ഡേ, ഞങ്ങൾ പർട്ടിക്കുലർലി ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഒരു ഡ്യൂട്ടീസ് അനുസരിച്ചാണ് ഞങ്ങൾ കയറിയിരിക്കുന്നത് അല്ലെ. അല്ലാതെ ഇപ്പൊ ചില അഡ്ജസ്റ്റ്മെന്റ് ചില ദിവസങ്ങൾ വരും. ബിക്കോസ് മനുഷ്യനല്ലേ, രോഗമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കേസസ് ഉണ്ടാകുമ്പോൾ ദർ വിൽ മേ ബി സം ചേഞ്ചസ്. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഇടയ്ക്ക് ഒരു ചേഞ്ചസ് വരുന്നുള്ളൂ. അപ്പൊ ഒരു ടീച്ചർക്ക് ചിലപ്പോൾ വരാൻ പറ്റിയില്ല, ലീവ് ആണെങ്കിൽ നിങ്ങളുടെ ക്ലാസ് പോകണ്ടല്ലോ, അപ്പൊ ഇന്നൊരു ടീച്ചറുള്ളൂ, അടുത്ത ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞല്ല വിടുക നമ്മള്. അപ്പൊ ആ ആൾക്ക് പകരം ചിലപ്പോൾ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പുതിയ കയറേണ്ടി വരും. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ വരുന്ന ചില റെയർ കേസസിൽ മാത്രമേ ഒരു പ്രസന്റ് അറേഞ്ച്മെന്റുകൾ വരുന്നുള്ളൂ. അതർവൈസ് എവറിത്തിങ് ഷുഡ് ബി അറേഞ്ച്ഡ് ബിഫോർ ഓർ ഷുഡ് ബി പ്ലാൻഡ് ബിഫോർ. നമ്മൾ നേരത്തെ കൂട്ടി ഇതൊക്കെ അറേഞ്ച്മെന്റുകൾ നടത്തിയിരിക്കണം, പ്ലാൻ ചെയ്തിരിക്കണം. ആ പ്ലാനിങ് അനുസരിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ഒരു ഓർഗനൈസേഷനിൽ പോകേണ്ടത്. അതാണ് ഒരു ഗോള് നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയാ ഒരു ഡിസിഷൻസ് മുൻകൂട്ടി എടുക്കുക എന്നുള്ളതാണ്. പിന്നെന്താ, ടു എസ്റ്റിമേറ്റ് ഫ്യൂച്ചർ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഇനി ഭാവിയിൽ ഉണ്ടാകുന്ന നമ്മുടെ ഓർഗനൈസേഷന്റെ ഒരു സ്ട്രക്ചർ എസ്റ്റിമേറ്റ് ചെയ്യാം. അതായത് ഇനി ഭാവിയിൽ നമുക്ക് എത്ര മാൻ പവർ, ഇനി ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ ജോലിക്കാരെ ആവശ്യമുണ്ടോ, അപ്പൊ വരാൻ സാധ്യതയുണ്ടോ, എവിടെയെങ്കിലുമൊക്കെ ഒഴിവുകൾ വരാൻ സാധ്യതയുണ്ടോ, അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യണം. ഇപ്പോൾ അറേഞ്ച്മെന്റുകളെ ആക്കാൻ വേണ്ടി നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തു. ഇനി വരാനിരിക്കുന്നതാണ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഫ്യൂച്ചർ ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൽ ഇഫ് ദർ ഹാവ് ടു ബി മെയ്ഡ് സം അറേഞ്ച്മെന്റ്സ്, അതും നമ്മൾ എന്ത് ചെയ്യണം, ആ നീഡ്സ് നോക്കി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അറേഞ്ച്മെന്റുകൾ നടത്താൻ. അപ്പൊ ഏത് പോയിന്റ് ഓഫ് ടൈമിലും ചിലപ്പോ ഇത്ര മാസം കഴിയുമ്പോ ഇനി ചിലപ്പോ വീണ്ടും അടുത്ത ആളുകളെ വേണ്ടി വരും, അടുത്ത ടീച്ചേഴ്സ്. അപ്പൊ നേരത്തെ അതിനെ കൂട്ടി ഫോർകാസ്റ്റ് ചെയ്ത് മനസ്സിലാക്കിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് എംപ്ലോയി ഷുഡ് ബി ഡിറ്റർമിൻഡ് ഫ്രം ഈച്ച് ആൻഡ് എവറി ടൈം. ഇടയ്ക്കിടയ്ക്ക് നമ്മളത് അതിന് വേണ്ടിയിട്ട് എംപ്ലോയീസിന്റെ എണ്ണം, ഇന്ന ഡിപ്പാർട്ട്മെന്റില് അവിടെ ആവശ്യത്തിന് ആളുകളുണ്ട്, ഇനി അതെങ്കിലും അതിൽ നിന്ന് ഒരാളെ എപ്പോഴെങ്കിലും ഒന്ന് കൊഴിഞ്ഞു പോയി എന്ന് വിചാരിക്കാം. സോ അവിടെ ആളെ നമ്മൾ പെട്ടെന്ന് മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അവിടുത്തെ ആളും പോയി ഒരാളെ കൂടി നമുക്ക് ആവശ്യമുണ്ട്, അത് ആവശ്യമുണ്ടോ ഇല്ലയോ, എത്ര വർക്ക് ഉണ്ട്, അവരുടെ ടൈപ്പ് ഓഫ് വർക്ക് എങ്ങനെയാണ്, ഇതൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി. ഇപ്പൊ ആ ഒരാളില്ലെങ്കിലും ആ ഒരു ഡിപ്പാർട്ട്മെന്റ് വിത്തൗട്ട് എനി എന്താ പറയാ ഇതൊന്നും ഇല്ലാതെ, ഒബ്സ്റ്റക്കിൾസ് ഒന്നും ഇല്ലാതെ, തടസ്സങ്ങളൊന്നും ഇല്ലാതെ ഒക്കെ നടന്നു പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒരാളുടെ ആവശ്യമില്ല. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ആസ് സൂൺ ആസ് പോസിബിൾ ഷുഡ് ബി അപ്പോയിന്റ്. അവിടെ ആരെങ്കിലും അപ്പോയിന്റ് ചെയ്യണം, നിർബന്ധമാണ്. അതാണ് estimate future organizational structure. മറ്റേത് ടു ഡിസൈഡ് ദ ഗോൾ ഓർ എയിംസ്, നേരത്തെ കൂട്ടി മനസ്സിലാക്കുക. ഈ പ്രസന്റ് അഡ്ജസ്റ്റ്മെന്റ് കൂടാതെ മറ്റേതും അത് തന്നെ പ്രസന്റ് അഡ്ജസ്റ്റ്മെന്റ് മാത്രം നോക്കിയാൽ പോരാ, ഫ്യൂച്ചർ നീഡ്സ് കൂടി മുന്നിൽ കണ്ടിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് വൺ എന്താണ്, ടു ഓഡിറ്റ് ഹ്യൂമൻ റിസോഴ്സ്. ഓഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഓഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓഡിറ്റിംഗ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. ഒരു കണക്കെടുപ്പുകളൊക്കെ നടത്തുക. എന്തായിരുന്നു, ഒരു ഫ്യൂച്ചർ ഹ്യൂമൻ റിസോഴ്സ് നീഡ്സ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഏത് ഭാവിയിൽ ഇനി ഇത്ര ജോലിക്കാരൊക്കെ വേണം എന്നുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുക. അതിന് തൊട്ട് പോലത്തെ സ്റ്റെപ്പിൽ മനസ്സിലാക്കിയല്ലോ. ആഫ്റ്റർ ദാറ്റ് ദേ ഹാവ് ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഡിസൈഡ് ദ പ്രസന്റ് സപ്ലൈ ഓഫ് മാൻ പവർ. ഇപ്പൊ നമ്മളുടെ മാൻ പവർ റിസോഴ്സസിന്റെ സപ്ലൈ എത്രയെന്ന് മനസ്സിലാക്കുക. ഭാവിയിൽ വേണം, ഇത്ര എണ്ണം കൂടി വേണം, അപ്പൊ ഇപ്പൊ എത്ര എണ്ണം ഉണ്ട് എന്ന് ആദ്യം കഴിഞ്ഞിട്ട് ആ ഒരു സ്റ്റെപ്പ് നമ്മൾ നേരത്തെ കൂട്ടി അറിയണം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്കിൽസ് ഇൻവെന്ററി.
സ്കിൽസ് ഇൻവെന്ററി എന്നാണ് വിളിക്കുക. സ്കിൽസ് ഇൻവെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അതായത് അതൊരു ടൂളാണ്, ഒരു ടെക്നിക്കാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു ടെക്നിക്കാണ്, ടൂളാണ് ടു ഫൈൻഡ് ഔട്ട് ദ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് ഓഫ് എംപ്ലോയീസിന്റെ സ്കില്ല്, കഴിവുകളും അവരുടെ എന്താ പറയാ ഇതൊക്കെ എബിലിറ്റീസും ഒക്കെ മനസ്സിലാക്കേണ്ടതിന് വേണ്ടി വരുന്ന ഒരു ടൂളാണ്. അത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എടുക്കുന്ന ഒരു ടൂളാണ് കേട്ടോ. അത് മനസ്സിലാക്കാം. ഇപ്പൊ എത്രത്തോളം സപ്ലൈ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ടെന്ന് മനസ്സിലാക്കി, അതോടൊപ്പം തന്നെ അവരുടെ സ്കില്ലും എബിലിറ്റിയും എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതിനെയാണ് നമ്മൾ സ്കിൽസ് ഇൻവെന്ററി എന്ന് വിളിക്കുക കേട്ടോ. ഈ സ്കിൽസ് ഇൻവെന്ററി എന്ന് പറയുന്നത് ടു കളക്ട് ദ ഡാറ്റാസ് അബൌട്ട് ദ എംപ്ലോയീസ്. അങ്ങനെ പറഞ്ഞത് തന്നെയാണ്. അവരുടെ സ്കില്ല്, എബിലിറ്റി ഒക്കെ എന്തൊക്കെയുണ്ട്, അവർ എന്ത് വർക്കാണ് പ്രിഫർ ചെയ്യുന്നത്, ഇനി മറ്റെന്തെങ്കിലും ഇൻഫോർമേഷൻസ് ഫോർ ദ ഓവറോൾ വാല്യൂ ഓഫ് ദ കമ്പനി, ഒരു ബിസിനസിന്റെ ഓവറോൾ മൂല്യത്തിന് എന്തെങ്കിലും മറ്റ് ഇൻഫോർമേഷൻസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കഴിവുകളും അവരുടെ പ്രിഫറൻസും എല്ലാം മനസ്സിലാക്കി അവരെ കുറിച്ചുള്ള ഡാറ്റ കളക്ട് ചെയ്യുക. അതിനെയാണ് നമ്മൾ സ്കിൽസ് ഇൻവെന്ററി എന്ന് വിളിക്കുക. അതിനെ കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കുക. അതാണ്, അതും ഒരു കമ്പനിയുടെ നിലനിൽപ്പിന് ആവശ്യമാണ്, അതിന്റെ വിജയത്തിന് ആവശ്യമാണ്. ഓക്കെ, അപ്പൊ അത് മറ്റൊരു സ്റ്റെപ്പാണ്. അപ്പൊ എന്താണ് പറഞ്ഞത്? ആദ്യത്തെ സ്റ്റെപ്പ് ഒരു ഗോള്, ഒരു എയിം നമ്മൾ സെറ്റ് ചെയ്യുക, ഡിസൈഡ് ചെയ്യുക. എന്തൊക്കെയാണ് വരാൻ പോകുന്നത്, എത്ര ഹ്യൂമൻ റിസോഴ്സ് വേണം നമ്മുടെ ഓർഗനൈസേഷനിൽ നിന്ന് നേരത്തെ കൂട്ടി തീരുമാനിക്കുക. നേരത്തെ കൂട്ടി തീരുമാനിച്ചത് പ്രസന്റ് അറേഞ്ച്മെന്റ്സ് മാത്രം നോക്കിയിട്ടല്ല, പിന്നീട് ഫ്യൂച്ചർ സ്ട്രക്ചറിന് കൂടി ബാധിക്കുന്ന രീതിയിലാണ്. അതാണ് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞേക്കുന്നത്. രണ്ടാമത്തെ പോയിന്റില് മസ്റ്റ് ഇവാലുവേറ്റ് ദ ഓർഗനൈസേഷൻ പോയിന്റ് ഓഫ് ടൈം. ഓരോ പോയിന്റ് ഓഫ് ടൈമിലും ഇനി അടുത്ത എന്താ പറയാ ഒരു ഫോർ ഫ്യൂച്ചറിൽ എത്രത്തോളം മാൻ പവർ നീഡ്സ് ഉണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. എത്ര നമ്പർ ഓഫ് എംപ്ലോയീസ് വേണം, എന്ത് ടൈപ്പ് ഓഫ് വർക്കാണ് എംപ്ലോയീസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഇവാലുവേറ്റ് ചെയ്താണ് അവർ ആ ഒരു സ്റ്റെപ്പിലേക്ക് പോകുക. അടുത്തതിൽ ഹ്യൂമൻ റിസോഴ്സ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്യൂച്ചറിലേക്കുള്ള ആളുകളെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹൗ മച്ച് അവൈലബിൾ മാൻ പവർ ഈസ് ദർ. ആ ഓർഗനൈസേഷനിൽ എത്രത്തോളം മാൻ പവർ ഇപ്പൊ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കലാണ്. അത് മനസ്സിലാക്കുന്നത് അവരുടെ സ്കിൽസ് ഇൻവെന്ററി ഉപയോഗിച്ചിട്ടാണ്. അതായത് ഹ്യൂമൻ റിസോഴ്സിന്റെ മാൻ പവറിന്റെ സ്കില്ല്, എബിലിറ്റി, അവരുടെ എന്താ പറയാ വർക്ക് പ്രിഫറൻസ്, പിന്നെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇൻഫോർമേഷൻസ്, ഇതൊക്കെ വിലയിരുത്തി മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഈ 3 പോയിന്റ് മനസ്സിലായോ? ഓഡിറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് വരെ മനസ്സിലായോ? അതൊന്ന് വേഗം വായിച്ചു നോക്കിയേ. നാലാമത്തെ പോയിന്റ് ഞാൻ എടുക്കുന്നില്ല, അത് പറഞ്ഞു വരുമ്പോ കുറച്ച് കൂടുതലുണ്ട്. ഒരു വലിയ പോയിന്റ് ആണ് അതിനകത്ത്. ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് പ്ലാനിങ്, ജോബ് റിക്വയർമെന്റ്, ഇങ്ങനെ ജോബ് അനാലിസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി വരുന്നുണ്ട് അതിനകത്ത്. അപ്പൊ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. 3ാമത്തെ പോയിന്റ് ഓഡിറ്റ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്ന പോയിന്റ് വരെ. അവിടെ വരെ ഒന്ന് വായിച്ചു നോക്കാം. കഴിഞ്ഞോ വായിച്ച്? ഓക്കെ, അപ്പൊ അവിടെ ഒന്നൊരു നോട്ടായിട്ടൊന്ന് എഴുതി വെച്ചേ. ചാപ്റ്ററിന്റെ പേരൊക്കെ എഴുതാറുണ്ടോ? നോട്ട് ബുക്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതുമോ? ക്വസ്റ്റ്യൻസ് നമുക്ക് പാഠം തീർത്തിട്ട്, ചാപ്റ്റർ തീർത്തിട്ട് പറഞ്ഞു തരാം കേട്ടോ.
ഓക്കെ, സ്കിൽസ് ഇൻവെന്ററി ഒന്ന് എഴുതി വെക്കാം കേട്ടോ. സ്കിൽസ് ഇൻവെന്ററി ഷോർട്ട് ആയിട്ട്. സ്കിൽസ് ഇൻവെന്ററിയുടെ ഒരു ഷോർട്ട് ഫോം എഴുതി തരാം, അത് എഴുതിയാൽ മതി, അത് പഠിച്ചാൽ മതി. സ്കിൽസ് ഇൻവെന്ററിയുടെ ഹൈഫൻ ഇടാം. എ ടൂൾ used by human resource departments tool used by human resource departments to track the skills and abilities of their employees. To track the skills and abilities of their employees. To track the skills and abilities of their employees. ഓക്കെ, അപ്പൊ ഇതിന്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. നമ്മൾ 3-ാമത്തെ പോയിന്റ് വരെ നന്നായിട്ട് ഇത് വായിച്ചൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. Okay, teacher. Okay, so let's see the next class. Bye. Thank you, teacher. Okay, thank you.